الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد عباد الله أوصيكم ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യും. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ട് അഷ്റഫുൽ ഖൽക്കിന്റെ കാലഘട്ടം വരെയുള്ള പാരമ്പര്യക്കാർക്ക് സഹിക്കാൻ കഴിയാത്തൊരു വാചകമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ നബിമാരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ലാത്ത പ്രശ്നങ്ങളെല്ലാം റസൂലുകളുടെ കാലഘട്ടത്തിലുണ്ടായി. ഒരുപാട് ശത്രുക്കളെ ഉണ്ടാക്കേണ്ടി വന്നു റസൂലുകൾക്ക്. എന്താ കാര്യം? നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ റിസാലത്ത്, മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ റിസാലത്ത്, അങ്ങനെ 313 റിസാലത്തുകൾ പാരമ്പര്യ മുസ്ലിമീങ്ങളെ ഒറിജിനൽ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയുള്ള റിസാലത്താണ്. നാം പലപ്പോഴും പറയുന്ന വിഷയമാണ്. കഥ പറയലല്ലോ, കാര്യം പറയുമ്പോൾ വളരെ കുറച്ചേ ഉൾക്കൊള്ളാൻ എത്ര ബുദ്ധിയുള്ളവർക്കും കഴിയുള്ളൂ. കഥയാകുമ്പോൾ ഏത് പൊട്ടനും മണിക്കൂർ കണക്കിന് കേട്ടിരിക്കാൻ പറ്റും, അത് മനസ്സിൽ സൂക്ഷിക്കാനും പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബിയെ റസൂലാക്കി അയക്കുന്നത് ആരിലേക്കാണ്? നാം വിശദീകരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും മതക്കാരിലേക്കാണോ? അങ്ങനെ ഒരു മതം ആ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്നോ? വല്ലാഹി ഇല്ല. അന്ന് നിലവിലുള്ള മതം ഇസ്ലാമാണ്. ഏത് ഇസ്ലാം? ആദം അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ച ഇസ്ലാം. ആദം അലൈഹിസ്സലാത്തു വസ്സലാം എങ്ങനെയാണ് ഇസ്ലാമിനെ പഠിപ്പിക്കുന്നത്? റിസാലത്ത് ഉപയോഗിച്ചിട്ടാണോ നുബുവത്ത് ഉപയോഗിച്ചിട്ടാണോ? നുബുവത്ത് ഉപയോഗിച്ചിട്ടാണ്. ആകാശത്തിൽ നടന്ന സംഭവങ്ങൾ മക്കൾക്കും പേരക്കുട്ടികൾക്കും ആദം നബി പഠിപ്പിക്കുകയായിരുന്നു. അതുകൊണ്ടൊരു റിസാലത്തിന്റെ ആവശ്യമില്ല. ആകാശത്തിൽ നടന്ന സംഭവം, അർവാഹിന്റെ സമ്മേളനം മുതൽ
ആദം അലൈഹി സ്വലാത്തു വസ്സലാം ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നിർമ്മാണം മുതൽ അർവാഹിന്റെ സമ്മേളനം മുതൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തഅലീം പഠനം മുതൽ ആ പഠനത്തിന്റെ ഫസ്റ്റ് കോഴ്സ് പൂർത്തിയായപ്പോൾ ഉണ്ടായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആദരിക്കൽ ചടങ്ങ്, നാടൻ ഭാഷയിൽ പറഞ്ഞ ഈ നാടൻ ഭാഷയിൽ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല, അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. ആദരിക്കൽ ചടങ്ങ് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇൽമിനെ എന്താ അള്ളാഹു ചെയ്തത്? മലക്കുകളുടെ സമ്മേളനം വിളിച്ചുകൂട്ടി, എന്നിട്ട് ആദമിനെയും കൂടി ആ സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സുമ്മ അറളഹും അലൽ മലായിക, ആദമ് പഠിക്കാൻ ഉപയോഗിച്ച ഉപകരണങ്ങളും മെറ്റീരിയൽസും ആദമ് പഠിച്ച വിശദീകരണങ്ങളും ആ സമ്മേളനത്തിൽ അല്ലാഹ് പ്രദർശനത്തിന് വെച്ചു. അല്ലേ? അങ്ങനല്ലേ അതിന്റെ അർത്ഥം? സുമ്മ അറള എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചു. എന്നിട്ട് അല്ലാഹു തആല മലക്കുകളോടായിട്ട് പറയുകയാണ്, അംബിഊനി ബി അസ്മാഇ ഹൗലാഇ ഇൻ കുൻതും സ്വാദിഖീൻ. ഞാൻ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഈ വസ്തുക്കളെയും മറ്റൊക്കെ നിങ്ങൾക്ക് വല്ല വിവരം ഉണ്ടെങ്കിൽ അതൊന്ന് വിശദീകരിച്ചതായി എനിക്ക്. ഒരു വിവരവും ഞങ്ങൾക്കില്ല എന്ന് മലക്കുകൾ ഏകപക്ഷീയമായി സമ്മതിച്ചു. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ. അപ്പോൾ അല്ലാഹു തആല ആദമിനെ വിളിച്ചിട്ട് പറയുന്നത്, യാ ആദം അംബിഉഹും ബി അസ്മാഇഹിം, നീ പഠിച്ച കാര്യങ്ങൾ ആദമെ ഈ മലക്കുകൾക്കൊന്ന് വിശദീകരിച്ചു കൊടുക്കുകയും. അപ്പൊ എന്താ ആദം അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്ത് എന്നെ കൊണ്ട് പറ്റൂലെന്നോ? ആദം അലൈഹി സ്വലാത്തു വസ്സലാം മണിമണിയായി വിശദീകരിച്ചു കൊടുത്തു. ഫലമ്മ അംബഅഹും, മണിമണിയായിട്ട് വിശദീകരിച്ചു കൊടുത്തു. ഈ സന്ദർഭത്തിൽ അല്ലാഹു തആല മലക്കുകളെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഇപ്പം മനസ്സിലായോ നിങ്ങൾക്ക് ഇവൻ ആരാണ് എന്ന്? മനസ്സിലായോ? അന്ന് ഞാൻ സൃഷ്ടിക്കാൻ തീരുമാനിച്ചപ്പോ നിങ്ങൾ എന്താ പറഞ്ഞ? കുഴപ്പക്കാരനാണ്, ഫസാദുകാരനാണ്, മുസീബത്തുകാരനാണെന്നല്ലേ പറഞ്ഞത്. ഇപ്പൊ ആളെ മനസ്സിലായല്ലോ? മനസ്സിലായി അല്ലാഹുവേ, നമ്മൾ ഉദ്ദേശിച്ച പോലുള്ള ആളല്ല ഇത്. അങ്ങനെ പറഞ്ഞിട്ടോ ഒഴിവാൻ പറ്റൂല. ആദമിനെ നിങ്ങൾ ആദരിക്കണം. എങ്ങനെ ആദരിക്കേണ്ടത്? ഉസ്ജുദൂ ലി ആദം, ആദമിന് നിങ്ങളൊരു സുജൂദ് ചെയ്യണം. ഫസജദൂ, എല്ലാവരും സുജൂദ് ചെയ്യും. ഇവിടെ വെച്ച് നടന്ന സംഭവങ്ങൾ, തുടർന്ന് നടന്ന സംഭവങ്ങളും നന്നായി അറിയുന്ന ആളാണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ട് തന്നെ ആദം നബിക്ക് റിസാലത്തിന്റെ ആവശ്യമില്ല അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ. പിന്നെ ആദം നബിക്ക് റിസാലത്ത് വേണമെങ്കിൽ ഭാര്യയോ മക്കളോ ജാറത്തിലേക്ക് പോകണം. ജാറത്തിന്റെ പരിപാടി ഇല്ല. ആദം നബിന്റെ മക്കൾക്ക് ജാറും പരിചയമില്ല, ശീസ് നബിന്റെ മക്കൾക്ക് ജാറും പരിചയമില്ല, ഇദ്രീസ് നബിന്റെ മക്കൾക്ക് ജാറും പരിചയമില്ല. ഇദ്രീസ് നബിന്റെ ശിഷ്യന്മാരായ മഹാപണ്ഡിതന്മാരായ ശേഖന്മാരായ വദ്ദിന് ജാറും പരിചയമില്ല, ഇവർക്ക് ആർക്കും. ഇത് 10 തലമുറ, അഷ്റഫുൽ ഖൽഖ 10 തലമുറയെ പറ്റിയാണ് അഭിമാനത്തോടെ പറഞ്ഞത്. കുല്ലുഹും ഫി തൗഹീദ്. ആദം നബി തൊട്ട് ഇങ്ങോട്ട് 10 തലമുറ, പേരക്കുട്ടികൾ 10 തലമുറ അവർ പ്യൂർ തൗഹീദിലാണ്. അതുകൊണ്ട് റസൂലിന്റെ ആവശ്യമുണ്ടായില്ല. അപ്പൊ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രസംഗിക്കേണ്ടി വന്നിട്ടില്ല, ലാ റബ്ബ ഇല്ലല്ലാഹ് പ്രസംഗിക്കേണ്ടി വന്നിട്ടുള്ളൂ. എന്തുകൊണ്ടാണ്? ആകാശത്തിൽ നടന്ന സംഭവങ്ങൾ വിശദീകരിച്ചപ്പോൾ അംഗീകരിക്കാൻ ഭാര്യ തയ്യാറായി, മക്കൾ തയ്യാറായി, പേരക്കുട്ടികൾ തയ്യാറായി. അതിൽ നിന്ന് വ്യതിചലിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അവിടെ ഇലാഹിനെ പറ്റി ചർച്ച വരുന്നുള്ളൂ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, റബ്ബ് എന്ന് പറഞ്ഞാൽ അങ്ങ് ഇങ്ങോട്ട് കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവൻ. ഇലാഹ് എന്ന് പറഞ്ഞാൽ ഇങ്ങന്ന് അങ്ങോട്ട് കൊടുക്കാൻ അർഹതപ്പെട്ടവൻ. ഇവിടെ ഇങ്ങനത്തെ അങ്ങോട്ട് കൊടുക്കുന്നതിനെ സംബന്ധിച്ച് ചർച്ച വരുന്നില്ല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മറ്റും കാലത്ത്. കാരണം അള്ളാഹു അല്ലാത്ത ഒരാളെ ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കാൻ അവർ തിരഞ്ഞെടുത്തിട്ടില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ അവർ 10 തലമുറ കുല്ലുഹും ഫി തൗഹീദ് എന്ന് പറഞ്ഞത്. അള്ളാഹുവിനെ അല്ലാതെ വേറെ ഒന്നും അവർ കാലിന് മുള്ളു അറച്ചാൽ അള്ളാഹിനെ അല്ലാതെ വേറൊരാളെ അവർക്ക് ഓർമ്മ വരൂല. ഒരു നബിയെയോ അല്ലെങ്കിൽ ബാപ്പ ഉപ്പപ്പാനെയോ അല്ലെങ്കിൽ വല്യുപ്പാനെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആരും ഓർമ്മ വരൂല, അള്ളാഹിനെയാണ് ഓർമ്മ വരിക. അങ്ങനെയാണ് ആദം നബി അള്ളാഹിനെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. കാരണം ആദം നബിക്ക് യഖീനല്ലേ, ആകാശത്തിൽ നിന്ന് കണ്ട് പരിചയപ്പെട്ട് വന്ന സംഭവങ്ങളല്ലേ വിശദീകരിച്ചു കൊടുക്കേണ്ടുള്ളൂ. പിന്നെ കിതാബിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. കണ്ണോണ്ട് ആകാശ ലോകത്ത് കണ്ണോണ്ട് കണ്ടത്, സ്വർഗത്തിൽ കണ്ണോണ്ട് കണ്ടത് നിഷേധിക്കാനാകുമോ ആർക്കെങ്കിലും? ആകാശത്തിലും സ്വർഗത്തിലും കണ്ണോണ്ട് കണ്ട വിഷയങ്ങളാണ് ആദം നബിക്ക് പറയേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ആ സമൂഹത്തിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചർച്ച ചെയ്യേണ്ടി വന്നിട്ടില്ല. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം റസൂലായിട്ട് വരുന്നു. എന്തിന്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചർച്ച ചെയ്യാൻ. എന്തുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചർച്ച ചെയ്യേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് ഇതുവരെ ഇല്ലാത്തൊരു സംഭവം അന്ന് നടന്നത്? എല്ലാവരും നൂഹ് നബിക്ക് എതിരായത്, നൂഹ് നബിനെ ഭ്രാന്തൻ എന്ന് വിളിച്ചത്, നൂഹ് നബിയെ കല്ലെറിയാൻ തുടങ്ങിയത്, നൂഹ് നബിയെ പട്ടിണിക്കിടാൻ തുടങ്ങിയത് എന്തിന്റെ പേരിലാണ്?
ലാ റബ്ബ ഇല്ലല്ലാഹ് എന്ന് പരിചയപ്പെടുത്തി കൊടുത്തതിന്റെ പേരിലാണോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പരിചയപ്പെടുത്തി കൊടുത്തതിന്റെ പേരിലാണോ? ലാ റബ്ബ ഇല്ലല്ലാഹ് എന്ന് പരിചയപ്പെടുത്തി കൊടുത്തതിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. കാരണം അത് പരമ്പരാഗതമായിട്ട് അവർ അറിഞ്ഞ കാര്യങ്ങളാണ്. ആദം നബിയിൽ നിന്ന്, ശീസ് നബിയിൽ നിന്ന്, ഇദ്രീസ് നബിയിൽ നിന്ന്, വദ്ദിൽ നിന്ന്, സുവായിൽ നിന്ന്, യഊഖിൽ നിന്ന്, യഊസിൽ നിന്ന് അള്ളാഹുവിന്റെ റുബൂബിയത്ത് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പരമ്പരയായിട്ട് പറഞ്ഞു വരികയാണ്. അതുകൊണ്ട് പുതിയ വാളിന്റെ ആവശ്യം വരുന്നില്ല. അവിടെ അള്ളാഹു റബ്ബാണ് എന്ന കാര്യത്തെപ്പറ്റി ചർച്ച വരുന്നില്ല. ഈ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥൻ അള്ളാഹുവാൻ, ഈ പ്രപഞ്ചത്തെ പടച്ചവൻ അള്ളാഹുവാൻ, നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാൻ, ഉടമപ്പെടുത്തുന്നവൻ അള്ളാഹുവാൻ. ഇതിലൊന്നും ഒരു സംശയവും ആർക്കും വരാൻ പോകുന്നില്ല. കാരണം അവരത് പഠിച്ച് പഠിച്ച് പഠിച്ചു വന്നവരാണ്. ഇതെല്ലാം മനസ്സിലാക്കിയൊരു സമൂഹത്തിലേക്ക് റസൂൽ എന്ന നിലക്ക് നുബുവത്തോടൊപ്പം റിസാലത്തുമായിട്ട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വരാൻ കാരണം എന്താ? അള്ളാഹു റബ്ബാണ് എന്ന് അംഗീകരിക്കുന്നതിനോടൊപ്പം ആ അള്ളാഹുവിനെ സ്വാധീനിക്കാൻ ഇടയാളുകൾ ഉണ്ടാവണം എന്ന ചിന്താഗതിയിലേക്ക് നൂഹ് നബിന്റെ ഖൗമ് നീങ്ങി. ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഒരു സംവിധാനം, മതം എന്ന പേരിൽ ആ കാലഘട്ടത്തിൽ നിങ്ങളെന്താ അതൊന്നും ചർച്ച ചെയ്യാത്തത്? നിങ്ങൾക്ക് പൊള്ളുന്ന കാര്യം മാത്രം നിങ്ങൾ ചർച്ച ചെയ്യാതെ വെക്കുകയും നിങ്ങൾക്ക് 10 വോട്ട് കിട്ടുന്ന കാര്യം മാത്രം ചർച്ച ചെയ്തിട്ട് ബാക്കി 90% ഒളിപ്പിച്ചു വെക്കുകയും ചെയ്യുന്നത് എന്തിനാണ്? ഞാൻ പറഞ്ഞത് മുഴുവനും പറ സമൂഹത്തോട്. നാം അന്ന് മുതൽ ഇന്ന് വരെ പറഞ്ഞ വിഷയങ്ങൾ മുഴുവനും ഇതേ മിമ്പറിൽ വെച്ച് പറഞ്ഞ വിഷയങ്ങളും പറ സമൂഹത്തോട്. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം റസൂലായിട്ട് വരുമ്പോൾ ഇവിടുത്തെ ഹിന്ദുക്കളെ പോലെയുള്ള മതക്കാരുണ്ടായിരുന്നോ? ക്രിസ്ത്യാനികളെ പോലത്തെയുള്ള ആൾക്കാരുണ്ടായിരുന്നോ? ജൂതന്മാരെ പോലെയോ ജൂതന്മാരെ പോലെയോ മജൂസികളെ പോലെയോ അതുപോലെയുള്ള മതക്കാരുണ്ടായിരുന്നോ? അത്തരം മതക്കാരോടായിരുന്നോ നൂഹ് നബി സംസാരിച്ചുകൊണ്ടിരുന്നത്? അതേപോലെ തന്നെ ഇത്തരം മതക്കാരുടെ പേരിലുള്ള എന്തെങ്കിലും ഒരു ആരാധനാ കേന്ദ്രങ്ങൾ, അല്ല അമ്പലമോ ചർച്ചോ അല്ലെങ്കിൽ അതുപോലെ സിനഗോഗുകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള കോവിലുകളോ അങ്ങനെ എന്തെങ്കിലും ആരുടെയെങ്കിലും പേരിൽ അന്ന് ലോകത്ത് നിലവിലുണ്ടായിരുന്നോ? ഇനി അതിരിക്കട്ടെ, മഹാന്മാരായ പണ്ഡിതന്മാരുടെ പേരിൽ നടന്ന ഖബറുകൾ, ജാറങ്ങൾ ഈ 10 തലമുറയിൽ ഉണ്ടായിരുന്നോ? ഒന്നുമില്ലല്ലോ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് ആരോടാണ് സംസാരിക്കുന്നത്? അത് നിങ്ങൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. അത് ഈ സമൂഹം പഠിച്ചു. കാരണം ആദ്യം അവ്വലു റസൂലില്ല, നൂഹ് നബി അവ്വലു റസൂലില്ല, മുഹമ്മദ് മുസ്തഫ തങ്ങൾ ആഖിറു റസൂലില്ല. അപ്പൊ അത് അവല് പൂഴ്ത്തി വെച്ചിട്ട് ഈ ആഖിറ പറഞ്ഞിട്ട് ഈ സമൂഹത്തെ എന്തിനാണ് ചതിക്കുന്നതും വഞ്ചിക്കുന്നതും? നാം അത് വസ്തുനിഷ്ഠമായി ഇനിയും അറിഞ്ഞേ പറ്റൂ. ഹസ്രത്ത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം റസൂലായിട്ട് നിയോഗിക്കപ്പെടുന്നത് പ്യൂറിൽ പ്യൂർ പാരമ്പര്യ മുസ്ലിമീങ്ങളിലാണ്. കൃത്യമായി 5 നേരം നിസ്കരിക്കുന്ന, കൃത്യമായി നോമ്പ് നോക്കുന്ന, കൃത്യമായി സക്കാത്ത് കൊടുക്കുന്ന, കൃത്യമായി വിക്റും തസ്ബീഹുകളും നടത്തുന്ന, കൃത്യമായി പള്ളിയിൽ കാളിമാരായിട്ട് ജോലി ചെയ്യുന്ന, പള്ളിയിലെ ഇമാമീങ്ങളായിട്ട് ജോലി ചെയ്യുന്ന, പള്ളിയിലെ മുഅദ്ദിനുകളായിട്ട് ജോലി ചെയ്യുന്ന കാദിമാരും ഖതീബുമാരും മുദരിസുമാരുമായ ഉലമാക്കൾ നിർലോഭം അന്ന് ഇറാഖിലുണ്ട്. ഈ സമൂഹം എല്ലാം ആ കാലഘട്ടത്തിലുണ്ട്. ഈ സമൂഹത്തിലേക്ക് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഅവത്ത് ചെയ്തത് എന്തിന്റെ പേരിലാണ്? അവര് മതം മാറിയതിന്റെ പേരിലാണോ? എന്നിട്ട് പുതിയ മതത്തിലേക്ക് ക്ഷണിച്ചതാണോ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മതം ഏതെങ്കിലും ആൾക്കാർ ഉണ്ടാക്കിയിട്ട് ആ മതത്തെ സ്ഥാപിക്കാൻ വേണ്ടി മെനക്കെട്ടതാണോ? ഇവിടുത്തെ ദ്രാവിഡ മതം പോലെ, ആര്യമതം പോലെ, ജൂതമതം പോലെ, മജൂസി മതം പോലെ, ഷീഈ മതം പോലെ ഏതെങ്കിലും മൗലാനമാരോ ഷെയ്ഖുനമാരോ ഉണ്ടാക്കിയ മതങ്ങൾ എന്തെങ്കിലും നിലവിലുണ്ടോ? അതും ഇല്ല. ഇവിടെയാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു തആല പറഞ്ഞത് ഇന്നാ അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി. ഞാൻ ആവർത്തിക്കട്ടെ, അത് ഇന്നാ അർസൽനാ നൂഹൻ, സൂറത്തു നൂഹ്, നൂഹിനെ റസൂലാക്കി നാം ആണ് നിയോഗിച്ചത്. ആദ്യത്തെ റസൂലായിട്ട് അള്ളാന്റെ റസൂൽ എന്ന പ്രയോഗം നടന്ന ആദ്യത്തെ സംഭവമാണത്. ഞാനാണ് നൂഹിനെ റസൂലാക്കി നിയോഗിച്ചത്. ആരിലേക്ക്? ഇലാ ഖൗമിഹി, നൂഹിന്റെ ഖൗമിലേക്ക്, പുറത്തുള്ള ആളിലേക്കല്ല, വേറെ ഏതെങ്കിലും വന്ന് താമസിച്ച ആളിലേക്കല്ല, നൂഹിന്റെ ഖൗമിലേക്ക്. ഇലാ ഖൗമിഹി, ആ ഹി എന്ന ദമീറിന്റെ മർജി എവിടത്തേക്കാണ്? നൂഹിലേക്കാണ്, നൂഹിന്റെ ഖൗമിലേക്ക്. എന്തിനായിരുന്നു നൂഹിനെ നാം നിയോഗിച്ചത്? എന്ത് പറഞ്ഞിട്ടാണ്? അൻ അൻദിർ ഖൗമക്, ഓ നൂഹ്, നീ നിന്റെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുക്കണം. മിൻ ഖബിലി അൻ യഅതിയഹും അദാബുൻ അലീം,
കെട്ടുകെട്ടുത്ത ശിക്ഷ വന്നിട്ട് അവരെ പിടികൂടുന്നതിന് മുമ്പ് മുന്നറിയിപ്പ് കൊടുക്കണം. ഞാൻ ഇനിയും ചോദിക്കട്ടെ, ഉലമാക്കളോട്, ഉമറാക്കളോട്, നേതാക്കന്മാരോട്, സലഫിയ്യത്തിൽ നുഴഞ്ഞു കയറിയ ശിയാക്കളോട് ഞാൻ വളരെ കൃത്യമായി ചോദിക്കട്ടെ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഏത് വിഷയത്തിൽ ഇൻദാർ ചെയ്യാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചത്? എന്ത് കാര്യത്തിലുള്ള മുന്നറിയിപ്പാണ് കൊടുക്കേണ്ടത്? ഇത്ര വലിയ ശിക്ഷ വരുന്നുണ്ട് എന്ന് നൂഹ് നബിന്റെ കൗമോട് പറയാൻ മാത്രം ആ കൗമ് ചെയ്ത തെറ്റെന്താ? അത് നമ്മൾ വിശദീകരിക്കണം. ആ കൗമ് ചെയ്ത വല്ല ഫവാഹിഷകൾ, തോന്നിയവാസങ്ങൾ വല്ലതും ഖുർആനിലും ഹദീസിലുണ്ടോ? നൂഹ് നബി ചെയ്ത വൻ പാപങ്ങൾ എന്തെങ്കിലും? കൊള്ള, കൊള്ളിവെപ്പ്, കൊല, വ്യഭിചാരം, കള്ളുകുടി, ചൂതുകളി, ചീട്ടുകളി, പലിശ എന്നിത്യാദി ഫവാഹിഷകൾ, എന്നിത്യാദി മുങ്കറാത്തുകൾ, വൻ പാപങ്ങൾ, അത് ദുർലോഭം വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കണം. അമലിയായ രീതിയിൽ അങ്ങനെ ഒരു മുന്നറിയിപ്പ് കൊടുക്കണമെന്നാണോ നൂഹ് നബിക്ക് അല്ലാഹു തആല കൊടുത്ത നിർദ്ദേശം? അല്ല. കാരണം ചരിത്രത്തിൽ ഖുർആനിലോ ഹദീസിലോ നൂഹ് നബിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച സമൂഹത്തിന്റെ ജീർണതകളെ പറ്റി നമുക്കൊന്നും പറഞ്ഞു തന്നിട്ടില്ല. എങ്കിൽ പിന്നെ ഇത്ര ഗൗരവത്തിൽ ആദ്യത്തെ റസൂലിനോട് തന്നെ എന്റെ കടുത്ത ശിക്ഷ വരുന്നുണ്ട് എന്ന് മുന്നറിയിപ്പ് കൊടുക്കാൻ ഞാൻ നൂഹിനെ നിയോഗിച്ചു എന്നല്ല പറഞ്ഞത്. എന്ത് മുന്നറിയിപ്പാണ്? വല്ലാഹി ആ കാലഘട്ടത്തിലെ ജനങ്ങൾ ഇത്ര നല്ലവരായി ജീവിക്കുമ്പോഴും 5 മഹാന്മാരുടെ മരിച്ചുപോയ കബറുകളെ അവർ ജാറങ്ങളാക്കി അവിടെ ചെന്ന് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഇടയാളുകളായ ആ 5 പേരെ നിയമിക്കുകയും സമൂഹത്തെയും കൂട്ടി കബറും പുറത്തു പോയിട്ട് ഇലാഹ നിർത്തി പറഞ്ഞ് ജാഹു വർക്കത്ത് കൊണ്ട് ദ്വാരക്കാൻ തുടങ്ങിയപ്പോൾ അതാണ് അല്ലാഹു തആല കൊടും പാപമായിട്ട് കണ്ടതും എത്രയും പെട്ടെന്ന് തിരുത്തിക്കോ, ജാറം നിർത്തിക്കോ, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ വിടൂല എന്ന് പറഞ്ഞതും. അല്ലെങ്കിൽ പിന്നെ എന്താണ് നിങ്ങൾ പറ? വെറുതെ എന്തെങ്കിലും ഇങ്ങനെ അങ്ങനെ ഉണ്ടല്ലോ, നിലവുദിക്കുമ്പോൾ കുറുക്കം കുളിക്കുന്ന മാതിരി കൂക്കിയിട്ട് കാര്യമില്ല. എന്തിന്റെ പേരിലാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇത്ര ഗൗരവമുള്ള വർത്താനം പറഞ്ഞത്? എന്ത് ശിക്ഷയാണ്? ആ ശിക്ഷ വരാൻ മാത്രം അവർ ചെയ്ത തെറ്റെന്താ? ഇതല്ലെങ്കിൽ വേറെ എന്തെന്ത് തെറ്റാണ്? ഇതെന്തെങ്കിലും മതത്തിന്റെ പേരിലാണോ? അള്ളാഹു അല്ലാത്തൊരു റബ്ബുണ്ട് എന്ന് അവർ വിശ്വസിച്ചോ? അള്ളാഹുവിന് പകരക്കാരായി വേറൊരു റബ്ബുണ്ട്, സുവാ അല്ലെങ്കിൽ വദ് അള്ളാന്റെ പകരക്കാരനാണ് എന്നവർ വിശ്വസിച്ചോ? അതോ സമതിയത്തുള്ള അള്ളാഹു ആണ് ഈ 5 പേരിൽ ആരെങ്കിലും എന്നവർ വിശ്വസിച്ചിരുന്നോ? കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ഈ 5-ൽ ആരോ ഒരാളാന്ന് അവർ വിശ്വസിച്ചിരുന്നോ? വല്ലാഹി 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 അങ്ങനെ ഒരു വിശ്വാസമേ അവർക്കില്ല. പിന്നെന്താ അവർക്കുള്ളത്? നമ്മൾ പാപികളാണ്, നമ്മൾ ദോഷികളാണ്, നമുക്ക് നബിമാരെ പോലെയും ഔലിയാക്കന്മാരെയും മശായിഖന്മാരെ പോലെ അള്ളാഹുലേക്ക് ഡയറക്റ്റ് അടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾക്ക് എന്തെങ്കിലും അള്ളാഹിന്റെ അടുത്ത് സംതിങ് കിട്ടണമെങ്കിൽ ഇവരൊന്നും നമ്മളോട് സ്നേഹം കാണിക്കണം, അവരൊന്ന് അള്ളാഹിനോട് ശുപാർശ പറയണം, അല്ലെങ്കിൽ അവരൊന്ന് അള്ളാഹുവിനോട് നമ്മളെ കാര്യം ഒന്ന് ഇട പറയണം. അതിനു വേണ്ടിയിട്ട് മാത്രമാണ് അവർ 5 ജാറങ്ങളെ ഉപയോഗപ്പെടുത്തിയത്. അവർക്കാണ് ഈ മുന്നറിയിപ്പ്. അവർ ഖബറിന്റെ മുമ്പിൽ പോയി സുജൂദ് ചെയ്തില്ല. വദ്ദിന് വേണ്ടി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞില്ല. വദ്ദിന് വേണ്ടി അൽഫാത്തിഹ എന്ന് പറഞ്ഞില്ല. വദ്ദിന് വേണ്ടി ഒന്നും അവർ ചെയ്തില്ല. വദ്ദിന് വേണ്ടി അവർ നേർച്ച ഉറിപ്പാടികൾ നടത്തിയില്ല. വദ്ദിന് വേണ്ടി അവർ റാത്തീബോ കുത്തുബിയത്തോ കഴിച്ചില്ല. മറിച്ച് അവരെന്തേ ചെയ്തിട്ടുള്ളൂ? ആ കബറും പുറത്തു പോയി കല്ലെടുത്ത് ഉപ്പുപ്പമാര് കല്ലെടുത്ത് വെച്ചിരിക്കുന്ന കബറിന്റെ അടുത്ത് പോയി അള്ളാഹുവേ ഈ മഹാന്റെ ബർക്കത്ത് കൊണ്ട് എന്റെ സൂക്കടൊന്ന് മാറ്റിത്താന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അതാണ് കൊടും പാതകമായിട്ട് അല്ലാഹു തആല കണ്ടത്. അത് തിരുത്താനാണ് നൂഹ് നബി നിയോഗിച്ചത്. അതിനുവേണ്ടി നൂഹ് നബി ഉപയോഗിച്ച വജ്രായുധം, നിങ്ങളുടെ പ്രയോഗത്തിലെ വജ്രായുധം എന്താണെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിർത്ത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നിങ്ങൾ ഇത് ഒഴിവാക്കണം, അത് പൊളിച്ചു കളയണം, അത് മാറ്റിക്കളയണം, ആ ജാറം വേണ്ട, ജാറം പൊളിച്ചു കളയണം, അല്ലെങ്കിൽ ജാറത്തിന് ഒന്നും പറഞ്ഞില്ല. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കണം. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട നൂഹ് നബി പ്രവാചകന്മാരെ കൂട്ടത്തിൽ ആദ്യമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം ചെയ്ത റസൂലാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് പറഞ്ഞത് അല്ലേ? അത് നബിയെ പറ്റി ആ വിശേഷണം പറഞ്ഞോ? ശീസ് നബിയെ പറ്റി ആ വിശേഷണം പറഞ്ഞോ? നൂഹ് നബി, ഇദ്രീസ് നബിയെ പറ്റി ആ വിശേഷണം പറഞ്ഞോ? എന്താ കാര്യം? പാരമ്പര്യ മുസ്ലിമീങ്ങൾ, ഒറിജിനൽ മുസ്ലിമീങ്ങൾ ജാറം വഴി പാരമ്പര്യക്കാരായി മാറിയിരിക്കുകയാണ്. അഅ്മാലിൽ അവർക്കൊരു കുഴപ്പവുമില്ല, ആദർശത്തിൽ അപകടത്തിൽ തിരിക്കുകയാണ്. ഇതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. മറ്റു മതങ്ങളെ പോലെയല്ല ഇസ്ലാം. മറ്റു മതങ്ങൾ അനുഷ്ഠാനങ്ങളെ കൊണ്ട് മതക്കാരനാവും. ഇസ്ലാം അനുഷ്ഠാനങ്ങൾ കൊണ്ട് മതക്കാരനാവില്ല, ആദർശം കൊണ്ടേ മതക്കാരനാവുള്ളൂ. ഇസ്ലാമിൽ ആദർശത്തിനാണ് വില, അനുഷ്ഠാനത്തിനല്ല. അനുഷ്ഠാനം ആദർശത്തെ നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള ഊർജം മാത്രമാണ്. ഉടനെ ഇസ്ലാം കാര്യം 5-ൽ ഒന്നാമത്തത് ഷഹാദ. അതാണ് അടിസ്ഥാനം, അതാണ് ആദർശം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് അനുഷ്ഠാനങ്ങളാണ്.
അത് കർമ്മങ്ങളാണ്. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ ഷഹാദ ബാത്തിലായി പോകാതിരിക്കാൻ വേണ്ടി, അതിനെ ഇസ്തിഖാമത്ത് ചെയ്യാൻ വേണ്ടി, അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി, അത് സസ്പെൻഡായി പോകാതിരിക്കാൻ, അത് ഡിസ്മിസ് ആയി പോകാതിരിക്കാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദ അതിൽ മായം ചേർന്ന് പോകാതിരിക്കാൻ, അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജ് വന്നു പോകാതിരിക്കാൻ അള്ളാഹ് തന്നിരിക്കുന്ന ഊർജ പവറാണ് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്. അതല്ല അടിസ്ഥാനം. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗമ് അഅ്മാലിന്റെ കാര്യത്തിൽ ഒരു കുഴപ്പമില്ല. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരെ പാരമ്പര്യക്കാർക്ക് ഒരു കുഴപ്പമില്ല. അവർ കൃത്യമായി നിസ്കരിക്കുന്നവരാ, 5 വഖത്ത് കൃത്യമായി സുന്നത്ത് നിസ്കരിക്കുന്നവരാ, കൃത്യമായി നോമ്പ് നോക്കുന്നവരാ, കൃത്യമായി ഹജ്ജ് ചെയ്യുന്നവരാണ്, കൃത്യമായി ദിക്ർ സലാത്തും തസ്ബീഹത്തും ചെയ്യുന്നവരാണ്, കൃത്യമായി തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ്, കൃത്യമായി ദീനുൽ ഇസ്ലാമിനെ വള്ളി പുള്ളി തെറ്റാതെ ശരീഅത്തനുസരിച്ച് ജീവിക്കുന്നവരാ. പക്ഷെ അവർ ആദർശത്തിൽ തെറ്റിയിരിക്കുന്നു. അപ്പൊ ഈ ജീവിതം മുഴുവനും പൊളിഞ്ഞു. ലൈൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക എന്ന് മുഹമ്മദ് നബിയോട് അല്ലാഹ് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല ശിർക്ക് സംഭവിച്ചാൽ. എന്താണ് ശിർക്ക്? നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ ഇടപെടലിന് ഇടയാളുകൾ ആവശ്യമാണ് എന്ന് അംഗീകരിക്കലാണ് ശിർക്ക്. അത് ചിലപ്പോൾ അള്ളാഹിന്റെ വുജൂദിൽ, അള്ളാഹുവിന്റെ ദാത്തിലാവാം, അള്ളാഹ്ക്ക് അള്ളാഹിനെ പോലത്തെ പകരക്കാരുണ്ട് എന്ന് പറയുന്നതിലാവാം, അള്ളാഹിന്റെ റുബൂബിയത്തിലാവാം, അള്ളാഹു ആണ് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് നടത്തുന്നത് എന്ന കാര്യത്തിലാവാം, അള്ളാഹിന്റെ ഉലൂഹിയത്തിലാവാം, ഇങ്ങുന്ന് അങ്ങോട്ട് കൊടുക്കേണ്ടത് അള്ളാഹ്ക്ക് മാത്രമല്ല ഔലിയാക്കൾക്കും പറ്റുമെന്നതിലാവാം. അതേപോലെ തന്നെ അസ്മാ സിഫാത്തിലാകാം, അള്ളാഹ്ക്കുള്ള വിശേഷണം അള്ളാഹ്ക്ക് മാത്രമുള്ളതല്ല വലിയ വലിയ മഹാന്മാർക്കും പറ്റുമെന്നുകൊണ്ടാവാം. ഈ വിഷയത്തിലെല്ലാം ശിർക്ക്. അള്ളാഹു അല്ലാത്ത അള്ളാഹിന്റെ വുജൂദിലുള്ള ശിർക്ക്, അള്ളാഹുവിന്റെ റുബൂബിയത്തിലുള്ള ശിർക്ക്, അള്ളാഹുവിന്റെ ഉലൂഹിയത്തിലുള്ള ശിർക്ക്, അള്ളാഹുവിന്റെ അസ്മായിലുള്ള ശിർക്ക്, അള്ളാഹുവിന്റെ സിഫാത്തിലുള്ള ശിർക്ക്. ഇത് പാരമ്പര്യക്കാർക്കും മനസ്സിലാവൂല, സെലഫികളിലേക്ക് നുഴഞ്ഞു കയറിയ ഷിയാക്കൾക്കും മനസ്സിലാവൂല. 2 നുഴഞ്ഞുകയറ്റം നടന്നിട്ടുണ്ട് കേരളത്തിൽ. ഒന്ന് പരമ്പരാഗതമായി വന്ന പാരമ്പര്യ മുസ്ലിങ്ങൾക്കിടയിൽ നടന്ന നുഴഞ്ഞുകയറ്റം, ഷിയാക്കളുടെ, സെലഫികൾക്കിടയിൽ നടന്ന നുഴഞ്ഞുകയറ്റം. ഇത് രണ്ടും ജൂതന്റെ നിർമ്മിതിയാണ് ഇസ്ലാമിനെ കൊല്ലാൻ. അത് തിരിച്ചറിയാൻ ബുദ്ധിയുള്ളവർക്ക് കഴിയണമെന്ന് നാം പറയുന്നത്. ബുദ്ധി ഇല്ലാത്തവർക്ക് കഴിയില്ല എന്ന് അള്ളാഹ് തന്നെ പറഞ്ഞു വെച്ചതല്ലേ. അള്ളാഹ് തന്നെ പറഞ്ഞതാണ് ബുദ്ധിയില്ലാത്തവർക്ക് മനസ്സിലാവില്ല ഈ പറയുന്ന കാര്യമെന്ന്. വളരെ കുറച്ച് പേർക്ക് ചിന്തിച്ച് മനസ്സിലാക്കി എടുക്കാൻ കഴിയുള്ളൂ എന്ന് അള്ളാഹ് പറഞ്ഞതാണ്. അള്ളാഹ് പറഞ്ഞതിനെതിരായിട്ട് ഭൂരിപക്ഷത്തെ കൊണ്ട് സമ്മതിപ്പിക്കാൻ നമ്മൾ നിൽക്കട്ടെ സംഗത കാര്യമാണോ? ഇവിടെ നാം ചോദിക്കുന്ന വിഷയം, ഹസ്രത്ത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിപ്ലവ മുദ്രാവാക്യത്തിലൂടെ ജനങ്ങളുടെ ശത്രുവായി, ഉലമാക്കളുടെ ശത്രുവായി, നിസ്കരിക്കുന്നവരുടെ ശത്രുവായി, മുദരിസുമാരുടെ ശത്രുവായി, ഖാദിമാരുടെ ശത്രുവായി, അതേപോലെ തന്നെ അതേപോലെ തന്നെ ശൈഖന്മാരുടെ ശത്രുവായി, ഉമറാക്കളുടെ ശത്രുവായി, എല്ലാവരുടെയും ശത്രുവായില്ലേ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. എന്നിട്ട് നൂഹ് നബിക്ക് എതിരായിട്ട് അവർ ഭയങ്കരമായ സമ്മേളനം വിളിച്ചു കൂട്ടിയില്ലേ? ഷിയാക്കളുടെ സ്വഭാവം തന്നെ എന്താണ്? റസൂലുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പരസ്യമായി പറഞ്ഞ് ജനം മനസ്സിലാക്കി തുടങ്ങുന്നുണ്ടെന്ന് കാണുമ്പോൾ ഫിറോന്റെ ആൾക്കാർ സമ്മേളനം വിളിച്ചു കൂട്ടും. ചരിത്രം പരിശോധിക്കും. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജാറത്തിന്റെ ആൾക്കാർ സമ്മേളനം വിളിച്ചു കൂട്ടി. ആ സമ്മേളനത്തിൽ മൗലാനമാരും ഷെയ്ഖുനമാരും ഘോരം പ്രസംഗിച്ചു. ആ പ്രസംഗത്തിന്റെ മുഖ്യ ഭാഗം റസൂലുള്ളാഹി തങ്ങൾ അല്ലാഹു തആല ഖുർആനിൽ പറയുന്നുണ്ടല്ലോ. എന്താണ് ആ മൗലാനമാര് ജനങ്ങളോട് പറഞ്ഞത്? ലാ തദറുന്ന ആലിഹതക്കും, അള്ളാഹുവിന് നിങ്ങൾ ഇടചേരാൻ വേണ്ടി, ഇടയാളാക്കാൻ വേണ്ടി, അള്ളാഹുവിനോട് ശുപാർശ പറയാൻ വേണ്ടി നിങ്ങൾ ഈ സമർപ്പിച്ചിരിക്കുന്ന ഔലിയാക്കന്മാരെ കൈവിട്ടേക്കണ്ട കേട്ടോ. അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിച്ച ഇലാഹികളെ, ഇവിടെ ഇലാഹികൾ എന്നാ പറഞ്ഞത്. ലാ തദറുന്ന അർബാബക്കെന്ന് പറഞ്ഞില്ല, റബ്ബിന്റെ ജമ്മാക്കിയിട്ടും പറഞ്ഞില്ല. പറയാൻ പറ്റൂല എന്നല്ല കാര്യം വേറെ. ഇവിടെ ലാ തദറുന്ന ആലിഹത്തക്കും, എവിടെയാണ് ഇലാഹ് എന്ന വാക്കിന്റെ പ്രസക്തി? ലാ തദറുന്ന ആലിഹത്തക്കും, ദാ നൂഹ് പറയും പോലെ നിങ്ങൾ നിങ്ങളുടെ ജാറങ്ങളെ കൈവിട്ടേക്കരുത്. എന്നിട്ട് ഇച്ചിരി വിശദമായിട്ട് മൗലാനമാര് പ്രസംഗിച്ചു. വലാ തദറുന്ന വദ്ദൻ, ദാ നിങ്ങൾ വദ്ദ് തങ്ങളെ കൈവിട്ടേക്കണ്ട, സംഗതി കംപ്ലീറ്റ് അലാക്കാവും. നൂഹ് വഹാബിസമാണ് പറയുന്നത്, അള്ളാഹ് മാത്രമേ ഉള്ളൂ എന്നാണ് നൂഹ് പറയുന്നത്. നമ്മൾ പറയുന്നത് അള്ളാന്റെ ഔലിയാക്കന്മാരും മഹാന്മാരും ഉണ്ട് എന്നാണ്. പ്രസംഗിച്ചില്ലേ അവര്? പരിശുദ്ധ ഖുർആനല്ലേ ഈ വാക്ക് നമുക്ക് പറഞ്ഞു തരുന്നത്. ലാ തദറുന്ന വദ്ദ വലാ തദറുന്ന വലാ സുവാഅ, സുവാഅ തങ്ങളെ കൈവിട്ടക്കണ്ട. വലാ യഊക വയഊസ വനസ്റ, യഊക് തങ്ങളെ, യഊസ് തങ്ങളെ, നസ്ർ തങ്ങളെ, ഇവരെല്ലാം ജാറങ്ങൾ ഇറാഖിലെ ഖബർസ്ഥാനിൽ പൊട്ടിയിരിക്കുകയല്ലേ.
ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, ഇത് ഏതോ പൊട്ടന്മാരെ പറ്റി പറഞ്ഞതല്ല എന്ന്, ഏതോ കോഴിക്കോട്ടുകാരനെ പറ്റി പറഞ്ഞതല്ല എന്ന് ഇബ്നു അബ്ബാസ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരാരാണെന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഹൗലായി അസ്മാഉ റിജാലിൻ സ്വാലിഹീന മിൻ ഖൗമി നൂഹ്. ഈ 5 പേര് വദ് സുവാ യഹൂസി യഊഖ് നസ്ർ, ഈ 5 പേര് ചില്ലറക്കാരല്ല. അവര് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖൗമിലെ സാലിഹീങ്ങളായ മനുഷ്യരാണെന്ന് ഇബ്നു അബ്ബാസിന്റെ തഫ്സീറാണ്. ഏതെങ്കിലും വഹാബി പത്രത്തിലല്ല, വഹാബി മൗലവിന്റെ പ്രസംഗമല്ല. ഇബ്നു അബ്ബാസിന്റെ തഫ്സീറാണ്. ആ മഹാന്മാര് അവർ സാലിഹീങ്ങളാണ്, ഷെയ്ഖുകളാണ്, വലിയുകളാണ്, മുദരിസുകളാണ്, കാളിമാരാണ്, ഖത്തീവുമാരാണ്. അവര് സ്റ്റേറ്റ് കാളിയുണ്ട്, ഇന്ത്യൻ കാളിയുണ്ട്, ലോക കാളിയുണ്ട്, ആകാശ കാളിയുണ്ട്, ഭൂമി കാളിയുണ്ട്, എല്ലാ കാളിയും ഉണ്ട് എന്ന് പറഞ്ഞത് അള്ളാഹുവാണ്. അവര് ചില്ലറക്കാരല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവാണ് ആയത്തിന്റെ തഫ്സീർ എടുത്തത്. അതിന്റെ പേരിൽ നൂഹ് നബിനെ അവരെന്താ ചെയ്തത്? പിരാന്തനാക്കിയില്ലേ, ഒറ്റപ്പെടുത്തിയില്ലേ, അവസാനം നാട് വിട്ടില്ലേ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം? എന്തേ അള്ളാഹു തആല നൂഹ് നബിക്ക് പെട്ടെന്നൊരു അട്ടിമറി ഉണ്ടാക്കി കൊടുത്തില്ല? അത് അള്ളാന്റെ സുന്നത്തിൽ പെട്ടതല്ല. അള്ളാഹു തആലക്ക് ഒരു രീതിയുണ്ട്, ഒരു സുന്നത്തുണ്ട്, ഒരു നടപടിക്രമമുണ്ട്. കാരണം അള്ളാഹ്ക്ക് വിഷയം നൂഹ് നബിയോ അല്ലെങ്കിൽ മറ്റ് നബിമാരോ ഏതെങ്കിലും ഷെയ്ഖോ വലിയോ അല്ല. അള്ളാഹ്ക്ക് വിഷയം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കാൻ പാകത്തിൽ സംവിധാനം അടിത്തറ ഉണ്ടാക്കലാണ്. അതാണ് അള്ളാഹുവിന്റെ സുന്നത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമോട് പറഞ്ഞു, ദഅവത്ത് തൽക്കാലം നിർത്തിവെച്ചേക്ക്, തൽക്കാലം ദഅവത്ത് വേണ്ട. നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു കപ്പലുണ്ടാക്കുക, ഇന്ന സ്ഥലത്ത് പോയിട്ട് ഇന്ന സാധനം ഉപയോഗിച്ചിട്ട് ഇല്ലേ. മുഫസ്സിറുകളായ സകലരും വിശദീകരിച്ചിട്ടില്ലേ 300 കൊല്ലം എടുത്തു ആ കപ്പലുണ്ടാക്കാൻ എന്ന്. എന്തിനായിരുന്നു? ഇതിലടങ്ങിയിരിക്കുന്ന കാര്യം എന്താ? ഇത് ഞാനും ഈ ഇരിക്കുന്ന സലഫിയത്തോട് താല്പര്യമുള്ളവരും സലഫി ദായികളും മനസ്സിലാക്കണം. ഒപ്പിക്കബിൾ പരിപാടി സലഫിയത്തിലില്ല. അല്ലാഹു തആല നമ്മുടെ തൗഹീദ് ചെക്ക് ചെയ്യാൻ വേണ്ടി ചില തർബിയത്തുകൾ നടക്കും. നൂഹ് നബിന്റെ കാര്യത്തിൽ നടന്ന തർബിയത്ത് അതാണ്. നൂഹ് നബി എത്രത്തോളം അള്ളാഹു മാത്രം എന്ന് വിശ്വസിക്കുന്നുണ്ട്, അതൊന്ന് പരിശോധിക്കണം. അതാണ് നടന്നത്. അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് 2 മിനിറ്റ് കൊണ്ട് നൂഹിനെയും ഖൗമിനെയും മാറ്റി നിർത്തിയിട്ട് അങ്ങ് തകിടുപൊടിയാക്കിയ പോരായിരുന്നോ? ഇത്ര വലിയ ജോലി നൂഹ് നബിനെ ഏൽപ്പിക്കേണ്ടതില്ലായിരുന്നോ? ഉണ്ടായിരുന്നോ? അതേ, നൂഹ് നബി ആരാണെന്ന് അള്ളാഹ്ക്ക് അറിയണം. അതാണ് ഞാൻ പറഞ്ഞത്, സലഫിയത്തിൽ നുഴഞ്ഞു കയറിയ ഷിയാക്കൾ എത്ര പേരുണ്ടെന്ന് അള്ളാഹ്ക്ക് അറിയണം. അതിന് അള്ളാഹ് സംവിധാനം ഉണ്ടാക്കും. അതിന് അള്ളാഹിനെ ആരും പഠിപ്പിക്കണ്ട. വലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല. അള്ളാന്റെ നടപടിക്രമത്തെ മാറ്റാൻ നിങ്ങൾക്ക് ഒരു ചൂക്കും കഴിയില്ല. നിങ്ങൾക്ക് ഇത് അള്ളാഹ് പറഞ്ഞ കാര്യമാണ്. ഹദ്റത്ത് നൂഹ് നബി എത്ര കൊല്ലം കൊണ്ടാണ് കപ്പലുണ്ടാക്കിയത്? കപ്പലുണ്ടാക്കി തീർന്നപ്പോ 2ാമത്തെ ജോലി ഏൽപ്പിച്ചില്ലേ? എന്താണ് ആ ജോലി? നിങ്ങളെ കൊണ്ട് വിശ്വസിച്ച അഥവാ ഉലൂഹിയത്ത് അംഗീകരിച്ച് അള്ളാഹ് മാത്രം എന്ന് അംഗീകരിച്ച് ജാറങ്ങൾക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന് വിശ്വസിച്ച 70ഓളം ആൾക്കാർ നാട്ടിൽ താമസിക്കുന്നുണ്ട് യൂഫ്രട്ടീസിന്റെ തീരത്ത്. അവരെ നിങ്ങൾ എത്രയും പെട്ടെന്ന് അവരെ സാധന സാമഗ്രികളൊക്കെ പിറക്കി കെട്ടി കപ്പലിൽ വന്ന് താമസിക്കാൻ പറയണം. 2ാമത്തെ ജോലി ചില്ലറ കാര്യമാണോ? എന്തിനാ അല്ലാഹു തആല നൂഹ് നബി ആ രീതിയിൽ പരീക്ഷിക്കാൻ തയ്യാറായത്? നൂഹ് നബിന്റെയും ആ 70 പേരുടെയും തൗഹീദ് എങ്ങനെയുണ്ടെന്ന് അല്ലാഹ്ക്ക് അറിയണം. എന്നിട്ട് വേണം ഷിയാക്കളെ കാര്യത്തിൽ നടപടിയെടുക്കാൻ. അപ്പൊ ആദ്യം അത് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലെ പൊതു അവസ്ഥ എന്താണ്? ഇന്ത്യന്റെ പൊതു അവസ്ഥ, ഇത്ര സുന്ദരമായ രാജ്യം ലോകത്ത് വേറെ ഏത് കാണും? ഇത്ര സുന്ദരമായി തൗഹീദ് പറയാൻ സ്വാതന്ത്ര്യമുള്ള രാജ്യം ലോകത്ത് വേറെ ഏതുണ്ട്? പോലീസ് സ്റ്റേഷനിൽ ഇപ്പൊ ആടൊക്കെ അർജിയും കൊടുത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പരിപാടി നടത്തണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം നടത്തണം എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ ഒപ്പിട്ട് എല്ലാം പന്തിന് എട്ടലായി പ്രസംഗിക്കലായില്ലേ? അത് ഏത് രാജ്യത്തെ ലോകത്ത് പറ്റുക? ഏത് രാജ്യത്താ പറ്റുക? സൗദി അറേബ്യ പറ്റുമോ? ഇന്ത്യയിൽ നടക്കുന്ന ആ സ്വാതന്ത്ര്യം? പിന്നെ എന്തെങ്കിലും ഇന്ത്യന്റെ സാഹചര്യം? ചില നുഴഞ്ഞുകയറ്റ ഷിയാക്കൾ പറയുന്നത് ഇന്ത്യന്റെ സാഹചര്യം മനസ്സിലാക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്തോ ഇന്ത്യക്ക് സാഹചര്യം? എന്താ പ്രശ്നം? ഇന്ത്യ രാജ്യത്തിന് ഇത്ര സുന്ദരമായ ഭരണഘടന അനുസരിച്ച് ഏത് കാര്യവും തീരുമാനിക്കാൻ പൗരന്മാർക്ക് അവകാശമുള്ള രാജ്യം പറയുണ്ടോ ലോകത്ത്? 10 കൊല്ലം ഫാസിസ്റ്റുകൾ ഭരിച്ചില്ലേ? സുന്ദരമായിട്ട് ഭരിച്ചില്ലേ? 10 കൊല്ലം ഇല്ലേ? നാശകാരികൾ ഭരിച്ചില്ലേ? എന്ത് ചുക്ക ചെയ്യാൻ കഴിഞ്ഞത്? പേടിപ്പിക്കാനല്ലാതെ, കടലാസിൽ എഴുതിയിട്ട് പേടിപ്പിക്കാനല്ലാതെ വേറെ എന്ത് ചുക്ക 10 കൊല്ലം കൊണ്ട് കഴിഞ്ഞത്? 11ാമത്തെ കൊല്ലം പകുതിയാക്കിയില്ലേ അല്ലാഹു തആല? ഇനി വരാനിരിക്കുന്ന 20ാമത്തെ കൊല്ലം, 15ാമത്തെ കൊല്ലം എന്തൊക്കെ? അള്ളാഹ്ക്ക് വീട് കൂട്ടരെ കൽബിന്റെ ഉടമസ്ഥൻ അള്ളാഹു അല്ലേ? അതിന് ഉപയോഗിക്കാൻ മാത്രമുള്ള സംവിധാനം ഇന്ത്യൻ സംവിധാനത്തിൽ അസ്ബാബുകളായി അള്ളാഹു വെച്ചിരിക്കുകയല്ലേ? പിന്നെ ഇന്ത്യൻ സാഹചര്യം വെച്ചിട്ട് വേണോ അത്രയും അള്ളാഹിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ? അതും ആരാണ് ഈ നുഴഞ്ഞുകയറ്റ ഷിയാക്കളെ പരിപാടിയാണത്? ഇല്ല, ഒരു സാഹചര്യക്കുറവും ഇന്ത്യയിലില്ല. രാഷ്ട്രീയക്കാരങ്ങനെ മുസ്ലിം ന്യൂനപക്ഷ ഇവിടെ ഷീഈ ഭൂരിപക്ഷത്തിന്റെ അടിമകളായി
ഈ സലഫി ന്യൂനപക്ഷം ജീവിക്കണം എന്നാണ് നിങ്ങളെ കാഴ്ചപ്പാടെങ്കിൽ അത് ഫാസിസ്റ്റുകളെക്കാൾ അവഗണിച്ച വിശ്വാസമാണ്. ഫാസിസ്റ്റുകളെ വാദം ഇവിടുത്തെ ഹിന്ദു ഭൂരിപക്ഷം പറയും പോലെ ഇവിടുത്തെ മുസ്ലിം ന്യൂനപക്ഷം കേൾക്കണമെന്ന, ഇതേപോലെ ഇവിടുത്തെ ഷീഈ ഭൂരിപക്ഷം പറയും പോലെ ഇവിടുത്തെ സലഫി ന്യൂനപക്ഷം കേട്ടിട്ട് അടങ്ങി ഒതുങ്ങി ജീവിക്കണമെന്ന്. ഇത് ഇന്ത്യയാണ്. ഇന്ത്യ ആദം നബി കാലുകുത്തിയ ഇന്ത്യ, അഷ്റഫുൽ ഖൽക്ക് സുന്ദരമായ അവിടുത്തെ നാവ് കൊണ്ട് പ്രശംസിച്ചു പറഞ്ഞ ഇന്ത്യ. ഒരു ഗോത്രക്കാർ റസൂലുള്ളാഹി തങ്ങളുടെ അടുത്തേക്ക് ഇസ്ലാം മതം വിശ്വസിക്കൽ കലിമത്ത് സഹാബ അറിയാൻ വേണ്ടി വന്നതാ. അവര് മാറി ഒരു ഭാഗത്ത് നിന്നു, ഒരു മാറി ഒതുങ്ങി നിന്നൊരു ഭാഗത്ത്. അപ്പൊ അഷ്റഫുൽ ഖൽക്ക് ചോദിച്ചത് ഇന്ത്യയിൽ നിന്ന് വന്നവരെ പോലെയുള്ള ഒരു കൂട്ടക്കാർ നിൽക്കുന്ന ആരാണെന്ന്. കാരണം അവരും അദബും കുടുത്തവും അച്ചടക്കവും ഉള്ളവരായിരുന്നു. അതുകൊണ്ട് ഇല്ലേ, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലും ഇന്ത്യയെ സംബന്ധിച്ച് സൈനുദ്ദീൻ മഖ്ദൂം വളരെ കൃത്യമായി ഫത്ഹുൽ മുഈനിൽ എഴുതിയിട്ടുണ്ടല്ലോ. അന്ന അബൽ ബശരി ആദം ഹജ്ജ മിനൽ ഹിന്ദി മാശിയൻ 40 ഹജ്ജ. ആദം അലൈഹി സ്വലാത്തു വസ്സലാം കാൽനടയായി ഇന്ത്യയിൽ നിന്ന് 40 തവണ ഹജ്ജ് ചെയ്തിട്ടുണ്ടെന്ന് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം പൊന്നാനി ഫത്ഹുൽ മുഈൻ എന്ന കിതാബിൽ ഷാഫി ഫിഖ്ഹിൽ എഴുതിയതല്ലേ. ഏതാണ് ആ ഇന്ത്യ? ആ ഇന്ത്യയെ വെട്ടിനുറിച്ച് കുറുകാക്കിയത് ആരായിരുന്നു? ആരാണ് ഇന്ത്യൻ സാഹചര്യത്തെ കൊളാക്കിയത്? ആരാണ് കൊളാക്കിയത്? ഇഖ്വാനിയൻ തീവ്രതയിൽ നിന്ന് മൗദൂദി ഉണ്ടാക്കിയ ജമാഅത്ത് ഇസ്ലാമി ദീനിലാഹിയും റബ്ബിനെ ഹുക്കൂമത്ത് ഇലാഹിയും കൊണ്ടുവന്നിട്ട് ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തെ കൊളമാക്കുകയല്ലേ ചെയ്തത്? ആ കുളത്തിൽ നിന്നല്ലേ ഈ അസ്വസ്ഥത രൂപപ്പെട്ടു വരുന്നത്? നിഷേധിക്കാൻ ആരെ കൊണ്ടെങ്കിലും പറ്റുമോ? അതേപോലെ തന്നെ മാക്സിയൻ ചിന്താഗതിയെ വേറൊരു രീതിയിൽ വ്യാഖ്യാനിച്ചവരല്ലേ ഇന്ത്യൻ രാജ്യത്തിലെ സൗഹൃദത്തിന് കോട്ടമുണ്ടാക്കിയത്? സെൽഫികളാണോ? സെൽഫികൾക്ക് സമാധാന അന്തരീക്ഷം ഉണ്ടെങ്കിലല്ലേ അള്ളാന്റെ വഹദാനിയത്തെ ദഅവത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സെൽഫികൾക്ക് ഭീകരവാദികളാകാൻ പറ്റുമോ? ഷിയാക്കൾക്ക് ഭീകരവാദികളായെങ്കിൽ മാത്രമേ അവരുടെ ആദർശം നിലനിർത്താൻ പറ്റുള്ളൂ. കാരണം പലതിനെയും കണ്ട് പേടിപ്പിച്ചിട്ട് ജാറത്തിലേക്ക് വന്നിട്ട് അൽഫാത്തിയ വിളിക്കണമെങ്കിൽ ഈ ജനം വിഡ്ഢികളാവണം. ഈ ജനം പലതിനെയും പേടിക്കണം. രാഷ്ട്രീയക്കാരെ പേടിക്കണം, ഫാസിസത്തെ പേടിക്കണം, സയനിസത്തെ പേടിക്കണം. എന്നിട്ട് വേണം മൗലാനമാരടുത്ത് വന്നിട്ടോ ഉസ്താദേ ഒന്ന് തങ്ങളോട് പറയാന്ന് പറയാൻ. സെലഫികൾക്ക് അപ്പേടിയില്ല. സെലഫികൾ അള്ളാഹുവിന്റെ തീരുമാനം വരുന്നത് വരെ കാത്തിരിക്കുക എന്നുള്ളതാണ്. അതാണ് സെലഫിയത്ത്. ഇവിടെയാണ് ഉലൂഹിയത്തിന്റെ വിഷയത്തിൽ ഇവര് പൊള്ളുന്നത് എന്നാണ് നാം പറഞ്ഞു വരുന്നത്. ഹദ്റത്ത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ട് 3ാമത്തെ ജോലി ഏൽപ്പിച്ചില്ലേ അള്ളാഹ്? എന്താണ് ആ ജോലി? അള്ളാഹ്ക്കറിയില്ലേ മൃഗങ്ങളെ രക്ഷപ്പെടുത്താൻ? വയനാട്ടിൽ വെച്ച് അള്ളാഹു മൃഗങ്ങളെ രക്ഷപ്പെടുത്തിയില്ലേ? ആനകളെ രക്ഷപ്പെടുത്തിയ റബ്ബ്, ഈച്ചകളെ രക്ഷപ്പെടുത്തിയ റബ്ബ്, കുറുക്കന്മാരെ രക്ഷപ്പെടുത്തിയ റബ്ബ്. വയനാട്ടിൽ നിന്ന് കുത്തിയൊലിച്ചു വന്ന വെള്ളത്തിൽ ഏതെങ്കിലും ഒരു ആനയുടെ ശവം കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞോ? ഒരു കുറുക്കന്റെ ശവം കണ്ടെത്താൻ? മാളത്തിൽ നിന്ന് കുറുക്കനും പട്ടിയും ഒക്കെ ഹൂഹൂന്നും പതിട്ട് മുതലാളിയും പതിട്ട് വരുന്ന കണ്ടിട്ടില്ലേ? മൃഗങ്ങളെ സംരക്ഷിക്കാൻ അള്ളാഹു കഴിവുള്ളവനല്ലേ? ഈച്ചകളെ സംരക്ഷിക്കാൻ അള്ളാഹു കഴിവുള്ളവനല്ലേ? പൂച്ചകളെ സംരക്ഷിക്കാൻ അള്ളാഹു കഴിവുള്ളവനല്ലേ? അതൊന്നും വയനാട്ടിൽ അള്ളാഹു തെളിയിക്കുകയും ചെയ്തില്ലേ? ഇവിടെയാണോ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നൂഹ് നബിന്റെ കാലഘട്ടത്തിൽ മൃഗങ്ങളെ സംരക്ഷിക്കാൻ കഴിയാത്തത്? എന്താണ് അള്ളാഹു തആല നൂഹ് നബിയോട് പറഞ്ഞത്? ഓ നൂഹ്, മൃഗങ്ങളിൽ നിന്ന് ഈ 2 ഇണകളെ നിങ്ങൾ കപ്പലിൽ പ്രവേശിപ്പിക്കണം. മിൻ കുല്ലിൻ സൗജൈനി ഇത്നൈൻ എന്നല്ലേ പറഞ്ഞത്? എന്താ ഭയങ്കരമായ വെള്ളപ്പൊക്കത്തിൽ അള്ളാഹു തആല മൃഗങ്ങളെയൊക്കെ രക്ഷപ്പെടുത്താൻ പറ്റുമായിരുന്നില്ലേ? എന്തിനാണ് അള്ളാഹു തആല ചെയ്തത്? നൂഹ് അള്ളാഹ് പറയും പോലെ കേൾക്കുന്നുണ്ടോ എന്ന് അള്ളാഹ്ക്ക് അറിയണം. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് നൂഹ് പ്രസംഗിക്കുന്നു, അതനുസരിച്ച് നൂഹ് ജീവിക്കുന്നുണ്ടോ എന്ന് അള്ളാഹ്ക്ക് അറിയണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ദഅവത്ത് ചെയ്യുന്നു, അതനുസരിച്ച് നൂഹ് ജീവിക്കുന്നുണ്ടോ? നൂഹിന്റെ മാനസികാവസ്ഥ എന്താണെന്ന് അള്ളാഹ്ക്ക് അറിയണം. പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹിലെ ഉലൂഹിയത്തിന് എന്തെങ്കിലും തരത്തിൽ ഡാമേജ് വരുന്നുണ്ടോ? ഇത് അള്ളാഹ്ക്ക് അറിയണം. അതിനാണ് അള്ളാഹു തആല മെനക്കെട്ട് പണിയെടുപ്പിച്ചത് നൂഹ് നബിയെ കൊണ്ട്, ഭാരം ചുമപ്പിച്ചത്. ആ 3ാമത്തെ ജോലി നൂഹ് നബി ചെയ്തില്ലേ? ഇതൊന്നും നോവലും ചെയ്തല്ലോ, ഏതെങ്കിലും സംഘടനന്റെ പ്രസിഡന്റ് പ്രമേയം പാസാക്കിയതോ അല്ലല്ലോ. ഇതെല്ലാം അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ വിശദീകരിച്ചു തന്നതല്ലേ. 3 ജോലിയിലും 100 മാർക്കോടെ ജയിച്ചില്ലേ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം? അവിടെയല്ലേ ഇഹ്സാന്റെ ദർജ പൂർത്തിയാക്കിയത് നൂഹ് നബി? അപ്പോഴാണ് അള്ളാഹു ഇടപെട്ടത്. ഓ നൂഹ്, നിങ്ങൾ പറഞ്ഞ വിഷയം ഞാൻ ഇതാ നടപ്പിലാക്കാൻ പോവുകയാണ്. ജാറത്തെയും ജാറത്തിന്റെ ആൾക്കാരെയും ഞാൻ തകിടുപൊടിയാക്കാൻ പോവുകയാണ്. പക്ഷെ ഒരു ഷർത്തുണ്ട് നൂഹേ, ഒരു ഷർത്തുണ്ട്. ലാ തുഹാത്തിബിനി ഫില്ലദീന ളലമു ഇന്നഹും മുഗ്റഖൂൻ. സലഫിയത്തിൽ നുഴഞ്ഞു കയറിയ ശിയാക്കൾ പറയും പോലെ എന്റെ വാപ്പയാണത്, എന്റെ ഉമ്മയാണത്, ഞാൻ കച്ചവടം ചെയ്യുന്ന അവരുമായിട്ടാണ്, ഞാൻ ബിസിനസ് നടത്തുന്ന അവരുമായിട്ടാണ്, അതേപോലെ തന്നെ എന്റെ കല്യാണമൊക്കെ അവരുമായിട്ടാണ്, എന്റെ എല്ലാ കാര്യങ്ങളും അവരുമായിട്ടാണ്. അതുകൊണ്ട് അവരെ ഒന്ന് രക്ഷപ്പെടുത്തി തരണം. ഈറ്റാക്കുട്ടി ന്യായവും പറഞ്ഞിട്ട് എന്റെ അടുത്തേക്ക് വരാൻ പാടില്ലെന്ന് പറഞ്ഞ അല്ലാഹു തആല. എന്താണ് ഈ ഫലാ തുഖാതിബിനി ഫില്ലദീന ളലമു ഇന്നഹും മുഗ്റഖൂൻ എന്നുള്ള വായത്തിന്റെ അർത്ഥം? ഫലാ തുഖാതിബിനി, നിങ്ങൾ എന്നെ അഭിമുഖീകരിച്ചു പോകരുത്. ഫില്ലദീന ളലമു, ഈ കുരുത്തം കെട്ട വർഗത്തിൽ. അവിടെ കുരുത്തം കെട്ട വർഗം എന്ന് അല്ലാഹു വിശേഷിപ്പിച്ചത് ആരെ സംബന്ധിച്ചാണ്? ജാറക്കാരെ സംബന്ധിച്ചാണ്. 5 ഔലിയാക്കളെ ജാറത്തിൽ ചെന്ന് ഇലാഹദ്റത്തി പറഞ്ഞ് ജാഹു വർക്കത്ത് പറഞ്ഞവരെ സംബന്ധിച്ചാണ്. നിസ്കരിക്കാത്തവരെ പറ്റിയല്ല, നോമ്പോക്കാത്തവരെ പറ്റിയല്ല, ഹജ്ജ് സകാത്ത് കൊടുക്കാത്തവരെ പറ്റിയല്ല,
ദാനധർമ്മങ്ങൾ ചെയ്യാത്തവരെ പറ്റിയല്ല, കുടുംബബന്ധം പാലിക്കാത്തവരെ പറ്റിയല്ല, വികൃത സ്നേഹത്തുകൾ ചെല്ലാത്തവരെ പറ്റിയല്ല, പലിശ തിന്നുന്നവരെ പറ്റിയും അതേപോലെ തന്നെ ചീട്ടടിക്കുന്നവരെ സംബന്ധിച്ചും കള്ളുടിക്കുന്നവരെ പറ്റിയും കൊല നടത്തുന്നവരെ പറ്റിയുമല്ല, മറിച്ച് 5 ജാറത്തിൽ ചെന്ന് സുബഹിസ്കരിച്ച ഉടനെ തന്നെ ചെന്നിട്ട് അൽഫാത്തിയ വിളിക്കുന്നവരെ പറ്റിയാണ് അല്ലാഹു ലമു എന്ന് പറഞ്ഞത്. അവരെ ഞാൻ കൈകാര്യം ചെയ്യുമ്പോൾ അതെന്റെ മോനാണ്, അതെന്റെ ബാപ്പയാണ്, അതെന്റെ കൊച്ചാപ്പയാണെന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്തേക്ക് വന്നേക്കരുത്. ഇതല്ലേ അല്ലാഹു. അല്ലെങ്കിൽ എന്താണ് ആ വായത്തിന്റെ അർത്ഥം? ഈ ഫലാത്തു ഖാത്തിബിനി ഫിൽ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, അത്തരം മാത്രം പറയണ്ടപ്പാ, നമ്മൾ മനസ്സിൽ വെച്ചാൽ മതി. നമ്മൾ സ്വകാര്യം ലൈറ്റും കെടുത്തിട്ട് ഷിയാക്കൾ കുത്തുകുത്തിയേക്കുന്ന മാതിരി സെൽഫികൾക്ക് യോഗം കൂടാ, ലൈറ്റ് എല്ലാം കെടുത്തിട്ട് ഇത് അതിൻ്റെ ഉള്ളിൽ നമുക്ക് പറയാം. പരസ്യമായിട്ട് പറഞ്ഞാൽ നമ്മൾ പല ജാതിയുള്ളതല്ലേ, നമ്മൾ പല ബിസിനസ് നടക്കുന്നതല്ലേ, നമ്മുടെ കല്യാണം നടക്കുന്നതല്ലേ, നമ്മൾ പല ഇടപാടുകളുള്ളതല്ലേ, അങ്ങനെ പറയാൻ പറ്റുമോ? എന്നിട്ട് അത് പറയാൻ മടിച്ചിട്ടെന്തോക്കാം. ഇന്ത്യൻ സാഹചര്യം എന്താണ് സാഹചര്യം? ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, സൗദി അറേബ്യയിൽ ഒരു സാധാരണക്കാരന് തൗഹീദ് പറയുന്നതിനേക്കാൾ സുന്ദരമായി സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് ഇന്ത്യ. സൗദി അറേബ്യയിൽ തൗഹീദ് പറയണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കടക്കണം, ഒരുപാട് ബാഡ്ജുകളൊക്കെ കയറ്റി തൂക്കാൻ കിട്ടണം. അല്ലാത്തിടത്തേക്ക് പോയിട്ട് റോട്ടനുസരിച്ച് ഹജ്ജിന് പോകുന്നവർക്ക് പോലും കൂടിയിരുന്നിട്ട് തൗഹീദ് പറയാൻ പറ്റുകയില്ല. അതിനെല്ലാം അതിരുവരമ്പുകളുണ്ട്. ആ ഒരു അതിരുവരമ്പില്ലാത്ത നാടാണ് ഇന്ത്യ രാജ്യം. ഈ സുന്ദരമായ രാജ്യം നിലനിൽക്കണം. ഇൻഷാ അല്ലാഹ് ദീനുൽ ഇസ്ലാം വരുന്ന ഭാവി സുന്ദരമായി ഇന്ത്യ രാജ്യം. അതുകൊണ്ട് അത് ഷിയാക്കള് പറയും, ഷിയാക്കൾക്ക് സമൂഹത്തെ പേടിപ്പിച്ചിട്ട് ജാറത്തിലേക്ക് ആളെ കൂട്ടണം. ഈ നുഴഞ്ഞു കയറ്റക്കാർക്ക് എന്തിന്റെ തൂക്കടന്നാ മനസ്സിലാകാത്തത്? ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അനുഭവിക്കേണ്ടി വന്നില്ലേ? നൂഹ് നബിന്റെ ഖൗമ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിഗ്രമായ വെള്ളപ്പൊക്കത്തിൽ യൂഫ്രട്ടീസ് നദി നിറഞ്ഞു, ടൈഗ്രീസ് നദി നിറഞ്ഞു. ഇറാഖ് പട്ടണം മുഴുവനും, ഇറാഖ് പട്ടണം വെള്ളത്തിലായി. താഴത്തുനിന്ന് വെള്ളം, മോളന്ന് വെള്ളം, എല്ലാം കൂടിയായി. മരുഭൂമിയിൽ വെള്ളം, അവസാനം കപ്പലുണ്ടാക്കി വെച്ച മല വരെ വെള്ളം. ആ വെള്ളത്തിൽ കപ്പൽ നീങ്ങാൻ തുടങ്ങി. ആ കപ്പലിന്റെ മേലെ കയറിയിട്ട് നൂഹ് നബി കാണുന്നു ജാറങ്ങളെല്ലാം തകിട് പൊടിയായിട്ട് പോകുകയാ. മശായിഖന്മാര്, ശൈഖുനമാരും മൗലാനമാരും അതേപോലെ തന്നെ സെന്ററുമാരും അതേപോലെ തന്നെ സിറ്റികളെല്ലാം ചാലിയാറിൽ ഒഴുകാൻ തുടങ്ങി. പല സിറ്റികളും ആ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കാണുന്നത് സ്വന്തം മകൻ മുങ്ങിച്ചാകുന്ന കാഴ്ച. ആ മകനോട് ബഹുമാനപ്പെട്ട നൂഹ് നബി നേരത്തെ അള്ളാഹുമായിട്ട് ചെയ്ത കരാറങ്ങ് മറന്ന്, ഏതുപോലെ നമ്മൾ സൽഫിയത്തിൽ കടന്നുകൂടിയ ഷീഈം നുഴഞ്ഞുകാറ്റക്കാരെ പോലെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് മോനെ കണ്ടപ്പോൾ കൊന്നൊന്ന് പതുക്കി. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മോൻ മുങ്ങിച്ചാകുന്ന കണ്ടപ്പോ ബാപ്പാക്ക് സഹിച്ചില്ല. ഏ മോനെ, യാ ബുനയ്യർകം മഅനാ ഫലാ തകും മഅൽ കാഫിരീൻ, പൊന്നുമോനെ നീ ഈ കാഫിരീങ്ങളോടൊപ്പം ചാകണ്ട. ആരായിരുന്നു ആ കാഫിറുകൾ? അല്ലാഹ് പറഞ്ഞതല്ലേ, നൂഹ് നബി ചെയ്തതല്ലേ. നൂഹ് നബി പറഞ്ഞത് അള്ളയല്ലേ പറയുന്നത്, ഫലാ തകും മഅൽ കാഫിരീൻ, മോനെ കാഫിരീങ്ങളോടൊപ്പം ചാകണ്ട മോനെ. ആരായിരുന്നു ആ കാഫിറുകൾ? ഈ കാലഘട്ടത്തിൽ ജീവിച്ച ഏതെങ്കിലും ഇസ്ലാമികേതര മതക്കാർ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നോ? ആ 5 ജാറത്തിൽ പോയി ഇലാഹവൃത്തി വിളിച്ചവരല്ലാതെ വേറെ ആരായിരുന്നു ആ കാലഘട്ടത്തിലെ കാഫിറുകൾ? എന്താ ചിന്തിക്കാത്തത്? ആരായിരുന്നു അവരല്ലാതെ വേറെ ആരാണ് ആ കാലഘട്ടത്തിൽ ഉള്ളത്? നൂഹ് നബിക്കെതിരായിട്ട് വേറെ ഏതെങ്കിലും മതക്കാരുണ്ടായിരുന്നോ? ഏതെങ്കിലും ജാതിക്കാരുണ്ടായിരുന്നോ? നിങ്ങൾ ഈ പറഞ്ഞ് പേടിപ്പിക്കുന്ന ആരെങ്കിലും അന്നുണ്ടായിരുന്നോ? ബഹുമാനപ്പെട്ട നൂഹ് നബി സ്വന്തം മോനോടത് പറഞ്ഞപ്പോൾ കുരുത്തം കെട്ട മോൻ, അതെ ഷെയ്ഖുന നരകത്തിലാണെങ്കിൽ ഞമ്മോ നരകത്തിൽ പോകാൻ തയ്യാറാണ് എന്ന് പറയുന്ന അബൂലഹബിയൻ, ആ പാരമ്പര്യക്കാര്, ആ പാരമ്പര്യക്കാരിൽപ്പെട്ട ആ മോനെന്ന് നൂഹ് നബിയോട് പറഞ്ഞത്, ബാപ്പാ നിങ്ങൾ ഈ ഭീഷണിപ്പെടുത്തുന്ന വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തിൽ മുങ്ങിച്ചാവൂല ഞാൻ, അടുത്ത മലയിലേക്ക് കയറും ഞാൻ, എന്നിട്ട് രക്ഷപ്പെടും. എന്നാലും നിങ്ങളെ തൗഹീദിന്റെ കപ്പലിലേക്ക് ഞാനില്ല. ഖുർആനല്ലേ? നൂഹ് നബിന്റെ മോൻ പറഞ്ഞ വാക്കല്ലേ ഇത്? നിഷേധിക്കാൻ പറ്റുമോ? എന്താ നിങ്ങൾ സമൂഹത്തോട് പറയാത്തത്? റിസാലത്തിന്റെ തുടക്കം പറ, എന്നിട്ട് മതി അതിന്റെ ഒടുക്കം, എന്നിട്ട് മതി വർത്തമാന കാലഘട്ടത്തിന്റെ തുടർച്ച. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മറുപടി പറഞ്ഞു, മോനെ ലാ ആസിമൽ യൗമ മിൻ അംരി. അത് തന്നെയാണ് ഇവിടുത്തെ ജാറക്കാരോട് ഞങ്ങൾക്കും പറയാനുള്ളത്. ഒരു രക്ഷയില്ല. നിങ്ങൾ ആരെ മുദബ്ബിറാക്കിയിട്ടും കാര്യമില്ല, നിങ്ങൾ ആരെ ശൈഖാക്കിയിട്ടും കാര്യമില്ല, നിങ്ങൾ ആരെ തവസ്സുൽ ഇസ്തിഗാസ ചെയ്തിട്ടും കാര്യമില്ല. നിങ്ങളെ എത്ര 1000 കുത്തുബിയത്ത്, യാ ഗൗസ് യാ മുഹീദ്ദീൻ ഇന്നത്തെ കുത്തുബിയത്ത്, യാ ഇമാം യാ അലി അന്നത്തെ കുത്തുബിയത്ത്, യാ ഇമാം യാ ഹുസൈൻ പിന്നത്തെ കുത്തുബിയത്ത്, യാ ഇമാം യാ ഹസൻ പിന്നത്തെ കുത്തുബിയത്ത്, അങ്ങനെ കുത്തുബിയത്തിന്റെ ജൂതപ്പട, ആ പടയിലെ അവസാനത്തെ കുത്തുബിയത്ത് യാ ഗൗസ് യാ മുഹീദ്ദീൻ. അള്ളാന്റെ തൗഫീഖ് ലോകാവസാനം വരെ കേരളത്തിൽ വേറെ കുത്തുബിയത്ത് വരില്ല, വേറെ കുത്തിവെത്ത് വരില്ല. അത് വരാതിരിക്കാനാണ്
റബ്ബുണ്ട്, ഒരാൾ പടച്ചോനായിട്ട് ഒരാളുണ്ട് എന്ന് പറഞ്ഞത് അല്ലാഹു തആലക്ക് ഭൂലോകത്തെ അറിയിക്കാനാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ മുഴുവനും. അൽഹംദുലില്ലാ തുമ്മ അൽഹംദുലില്ലാ. അതിന് എന്റെ നാവിനെയാണ് അള്ളാഹ് ഉപയോഗിച്ചതെങ്കിൽ എനിക്ക് നാളെ ആഖിറത്തിലേക്ക് അത് മാത്രം മതി എന്റെ റബ്ബിന്റെ മുമ്പിൽ എനിക്ക് കരഞ്ഞു പറയാൻ. ഞാൻ പലപ്പോഴും പറയാറുണ്ടല്ലോ, ഞാൻ എന്റെ കൽബുമായിട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടും, നിങ്ങൾ നിങ്ങളുടെ നാവും നിങ്ങളുടെ തൂലികയുമായിട്ട് കണ്ടുമുട്ടി, അവിടെ വെച്ച് നമുക്ക് ബാക്കി പറയാമെന്ന്. ഇവിടെയാണ് വിഷയം മനസ്സിലാക്കേണ്ട ഗൗരവം. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല വാക്കല്ല പിന്നെ പറഞ്ഞത്, മറിച്ച് ഫഹാല ബൈനഹുമൽ മൗജ്. നിന്നോട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലേ, നിന്നോട് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ എന്നൊന്നല്ല പിന്നെ അള്ളാഹ് പറയുന്നത്. പിന്നെ നൂഹിന്റെയും മോന്റെയും ഇടയിൽ അല്ലാഹു തആല ഭയങ്കരമായ ഒരു തിരമാല കൊണ്ട് മാറിയിട്ടു. നൂഹ് അപ്പുറം, നൂഹിന്റെ മോൻ ഇപ്പുറം. വക്കാന മിനൽ മുഗ്റഖീൻ. എന്താ അർത്ഥം? വക്കാന, ആ മകൻ ആയി, മിനൽ മുഗ്റഖീൻ, മുങ്ങിച്ചാകുന്ന കൂട്ടത്തിൽ ചത്തവനായി. ഖുർആൻ ഒരു ചാപ്റ്റർ അവസാനിച്ചില്ലേ, ഒരു അധ്യായം അവിടെ അവസാനിച്ചില്ലേ? രണ്ടാമത്തെ അധ്യായം വെള്ളപ്പൊക്കത്തിന് ശേഷമല്ലേ? വെള്ളപ്പൊക്കമെല്ലാം തീർന്നതിന് ശേഷം നൂഹ് നബിന്റെ കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട 70 മുസ്ലിമീങ്ങളിൽ നിന്നല്ലേ രണ്ടാമത്തെ അധ്യായം തുടങ്ങുന്നത് അല്ലേ? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും 70ഓളം വരുന്ന മുസ്ലിമീങ്ങളും കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ടില്ലേ? അത് വേറെ ഇപ്പൊ ജാറത്തിന്റെ പേരിൽ ആരെങ്കിലും യാഹൂസ് വിളിക്കാനുണ്ടോ? യാ ഇമാം വിളിക്കാനുണ്ടോ? യാ ഹസൻ യാ ഹുസൈൻ വിളിക്കാനുണ്ടോ? അതെ, ജൂതവർഗം പഠിപ്പിച്ചു കൊടുത്ത ശീഈയത്തിന്റെ പുരാണം, അവതാര സങ്കല്പം, അവകാശങ്ങൾ. ലീ ഖംസത്തുൻ ഉത്ഫീ ബിഹാ ഹർറൽ വബാഇൽ ഹാത്തിമ അൽ മുസ്തഫ വൽ മുർത്തദ വബിനാഹുമാ വൽ ഫാത്തിമ. ആരവകയാണത്? ആരവകയാണ്? നിങ്ങൾക്ക് കോഴിക്കോട് മുതല അവിടെയൊക്കെ പോയി കോഴിക്കോട് അവിടെയൊക്കെ പോയാല് പഴയ തറവാട് വീടിന്റെ വാതിലിന്റെ പിറകിൽ ഈ ബൈത്ത് എഴുതി വെച്ചിട്ട് കാണാം. അതായത് പഴയകാല കൊണ്ടോട്ടിയൻ ശീഈയത്ത് വാഴുന്ന കാലം. കൊണ്ടോട്ടിയൻ ശീഈയത്ത് ജൂതൻ പഠിപ്പിച്ച ഇറാനിയൻ ശീഈയത്തിന്റെ പകർപ്പുമായിട്ട് വന്നവർ സൂഫി ഷേഖുകളുടെ നാവിലൂടെ. എന്താ അർത്ഥം എന്നറിയോ? ലീ, എനിക്കുണ്ട്, ഖംസത്തുൻ, 5 അവതാരങ്ങൾ, ഉത്ഫീ ബിഹാ, ആ 5 അവതാരങ്ങളെ കൊണ്ട് ഞാൻ മായ്ച്ചു കളയും, ഹർറൽ വബാഇൽ ഹാത്തിമ, കത്തി ജ്വലിക്കുന്ന തീനാളങ്ങളെ ഞാൻ കെടുത്തിക്കളയും ആ 5 അവതാരങ്ങളെ കൊണ്ട്. ആരാന്നറിയുമോ 5 അവതാരം? അൽ മുസ്തഫ, ഒന്ന് മുഹമ്മദ് നബിയാണ്. വൽ മുർത്തദ, രണ്ടാമത്തത് അലി ഇബ്നു അബി താലിബാണ്. വബിനാഹുമാ, 4ഉം 5ഉം 3ഉം 4ഉം ഹസനും ഹുസൈനുമാണ്. വൽ ഫാത്തിമ, 5ാമത്തത് ഫാത്തിമയാണ്. ആരെ വകയാ? സുന്നത്ത് വൽ ജമാഅത്തിന്റെ വകയാ ആണോ? ഇത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പണ്ടൊക്കെ നമ്മളൊക്കെ ചെറുപ്പത്തിൽ മൗലൂദ് വയ്ക്കുന്ന സമയത്ത് ജവാബ് ചെല്ലാൻ ഉപയോഗിക്കുന്ന വാക്കായിരുന്നില്ലേ അത്? അന്നൊക്കെ അടിക്കുന്ന കലണ്ടർ, സാധാരണ വർഷം നോക്കുന്ന കലണ്ടർ, ചില സംഘടനകൾ അടിച്ചിറക്കുന്ന കലണ്ടറിൽ ഈ ബൈത്തല്ലേ തുടക്കത്തിൽ കൊടുക്കുക. എവിടെ പോയി ഇപ്പോൾ ആ ബൈത്ത്? അത് സലഫിയത്തിന്റെ വിജയമല്ലെങ്കിൽ പിന്നെ എന്താണ്? സലഫിയത്തിന്റെ മുന്നേറ്റമല്ലെങ്കിൽ പിന്നെ എന്താണ്? 1200 കൊല്ലം പാരമ്പര്യമുള്ള ശീഈയത്തിന്റെ ഉരുക്ക് കോട്ടകളെ തട്ടി തകർത്ത് തരിപ്പണമാക്കി 100 കൊല്ലം കൊണ്ട് സലഫി രാജപാത കേരളത്തിൽ ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിലുള്ള ഭയം നിങ്ങളെ പലതും തോന്നിപ്പിക്കുന്നുണ്ട്. ഭയപ്പെട്ടിട്ട് കാര്യമില്ല, ഈ കാര്യം വിജയിക്കുക തന്നെ ചെയ്യും. ഇന്നൽ ബാത്തില കാന സഹൂഖ, നിങ്ങളുടെ കയ്യിലുള്ള ബാത്തിൽ തകരുക തന്നെ ചെയ്യും. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരങ്ങളെ, സഹോദരിമാരെ, തുടർന്നങ്ങോട്ട് വെള്ളപ്പൊക്കത്തിന് ശേഷം വീണ്ടും മനുഷ്യൻ ജീവിക്കുകയാണ് ഭൂമിയിൽ. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന വിപ്ലവവാക്യവുമായിട്ട് പ്രവാചകന്മാരെ നിയോഗിക്കുകയാണ്. കപ്പലിനിറങ്ങിയ 70 പേര് ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് താമസമാക്കി. നൂഹ് നബിന്റെ 3 ആമക്കളെ കൂട്ടത്തിൽ ഒരാൾ മിഡിൽ ഈസ്റ്റിലേക്ക് പോയി, വേറൊരാൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പോയി, ഒരാൾ ഏഷ്യ രാജ്യത്തിലേക്ക് വന്നു. അവരെ പാരമ്പര്യത്തിൽ മക്കളുണ്ടായി, മക്കളും ഉണ്ടായി. അങ്ങനെയാണ് ഭൂലോകത്ത് വെള്ളപ്പൊക്കത്തിന് ശേഷം വൻകരകളിൽ മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങുന്നത്.
അതിനു മുമ്പ് വൻകരകളിൽ മനുഷ്യരില്ല. അന്ന് ഇറാഖിൽ മാത്രമാണ് മനുഷ്യർ, ലോകത്തെവിടെയും മനുഷ്യരില്ല. അന്ന് വെള്ളപ്പൊക്കത്തിന് ശേഷമാണ് ലോകത്തിന്റെ വ്യത്യസ്ത മേഖലകളിലേക്ക് ഈ മനുഷ്യതാവസം തുടങ്ങുന്നത്. വീണ്ടും പഴയകാല പാരമ്പര്യത്തിലേക്ക് തിരിച്ചുപോയി സമൂഹം. മൗലാനമാരുടെയും ശൈഖുനമാരുടെയും നേതൃത്വത്തിൽ മരിച്ചുപോയ മഹാന്മാർക്ക് ഖബറുണ്ടാക്കി ശൈത്താന്റെ സപ്പോർട്ടോടുകൂടി വീണ്ടും ജാറ സംസ്കാരം തുടങ്ങി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അയച്ചു. അല്ലേ? ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് അന്ന് ദീനുൽ ഇസ്ലാം നിലവിൽ വന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ച് ജീവിക്കുന്ന മുവഹ്ഹിദുകൾ നിലവിൽ വന്നു. ഹൂദ് നബിന്റെ മരണത്തിന് ശേഷം വീണ്ടും മൗലാനമാര് ശൈഖുനമാര് ജാറങ്ങൾ ഉണ്ടാക്കി. വീണ്ടും ഇലാ ഹദ്റത്തിന്റെ ആൾക്കാർ വന്നു. ബഹുമാനപ്പെട്ട സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സമൂദിലേക്ക് അയച്ചു. ഇതേ കാര്യം പറയാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ, ലാ റബ്ബ ഇല്ലല്ലാഹ് പറയാനല്ല. റബ്ബ് ആരാണെന്ന് അവർക്കറിയാം. ആകാശത്തിന്റെ റബ്ബ് അല്ലാഹുവാൻ, ഭൂമിയുടെ റബ്ബ് അല്ലാഹുവാൻ, അർശിന്റെ റബ്ബ് അല്ലാഹുവാൻ, സകലതിന്റെയും റബ്ബ് അല്ലാഹുവാണെന്ന് അവർക്കറിയാം. പിന്നെന്താണ് അവർക്കറിയാതെ പോയത്? അവരെ മൗലാനമാര് തെറ്റിദ്ധരിപ്പിച്ചത് ആയ അല്ലാഹനെ കിട്ടാൻ ഔലിയാക്കന്മാര് വേണം. ഇതാണ് അവർക്ക് ചെയ്യാതെ പോയത്. അതുകൊണ്ടാണ് ലാ റബ്ബ ഇല്ലല്ലാഹ് എന്ന് പഠിപ്പിക്കുന്നതിന് പകരം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിട്ട് വീണ്ടും വന്നത്. ബഹുമാനപ്പെട്ട സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. ചരിത്രം പിന്നെയും തുടർന്നു. സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മരണത്തിന് ശേഷം പശ്ചിമേഷ്യയിൽ വീണ്ടും ജാറ സംസ്കാരവും ഇലാ ഹദ്റത്തും ജാഹ് ബർക്കത്തും വന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ലൂത്ത് നബിയെ നിയോഗിച്ചു. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നത് ലാ റബ്ബ ഇല്ലല്ലാഹ് പറയാനല്ല, ലാ ഇലാഹ പഠിപ്പിക്കാനാ. എന്ന് വെച്ചാൽ അങ്ങ് ഇങ്ങോട്ട് കിട്ടുന്നത് അല്ലാഹു ആണ് എന്ന് പറയാനല്ല. അതെല്ലാവർക്കും അറിയാം. നിങ്ങൾക്കറിയുന്ന ആ റബ്ബുണ്ടല്ലോ, ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുന്നത് ആ റബ്ബിനെ കൊടുക്കാവൂ എന്ന് പറയാൻ അല്ലേ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നത്. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം കഴിഞ്ഞു. ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് മറ്റൊരിടത്തേക്ക് വൻ സംനാഹവുമായിട്ട് ഇബ്രാഹിം നബിയെ നിയോഗിച്ചു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വരുമ്പോഴേക്കും ഇറാഖ് കുട്ടിച്ചോറായി. ജാറങ്ങളെ കൊണ്ട് നിറഞ്ഞു, ഉപജാറങ്ങളെ കൊണ്ട് നിറഞ്ഞു. ജാറങ്ങൾ ശൈഖന്മാരെ കുപ്പായത്തിന് ജാറം, ശൈഖന്മാരിട്ട തുണിക്ക് രാജം, ശൈഖന്മാർ ഉപയോഗിച്ച കക്കൂസിന് ജാറം, ശൈഖന്മാർ ഉപയോഗിച്ച കിണ്ടിക്ക് ജാറം, ശൈഖന്മാർ ഉപയോഗിച്ച മെതികടിക്ക് ജാറം. ഇല്ലേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം? അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ഇബ്രാഹിമിനെ അയച്ചില്ലേ? എന്നിട്ട് എന്താണ് അല്ലാഹു തആല ഇബ്രാഹിം നബിയോട് പറഞ്ഞത്? ഇബ്രാഹിം നബിയെ പറ്റി പറഞ്ഞത് ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ. ആൾക്കൂട്ടത്തെ കണ്ടിട്ടോ? ഇബ്രാഹിം നബി കുറെ ആൾക്കാരെ ഉണ്ടാക്കി തന്ന, കുറെ മെമ്പർഷിപ്പ് ഉണ്ടാക്കി തന്നത് ഇബ്രാഹിമെ നീ എന്നെ മുടിക്കെന്ന് പറഞ്ഞിട്ടോ? 5 ആളെ ഇബ്രാഹിം നബിനെ ഒന്നിച്ചുള്ളൂ. ബാക്കി കംപ്ലീറ്റ് ജാറത്തിന്റെ ഒന്നിച്ച്, ശേഖന്മാരൊന്നിച്ച്. ഇബ്രാഹിം നബിന്റെ ഒന്നിച്ച് ആര് മാത്രം? ഒരു ഭാര്യ സാറ, രണ്ടാമത്തെ ഭാര്യ ആജറ, മൂന്നാമത്തെ മോൻ ഇസ്മായിൽ, നാലാമത്തെ മോൻ ഇസ്ഹാഖ്, 5ാമത്തെ ആള് ബാപ്പ ഇബ്രാഹിം. ഈ 5 അല്ലാതെ 6ാമത്തെ ആളെ നിങ്ങൾക്ക് ആ ചരിത്രത്തെ കാണിച്ചു തരാൻ പറ്റുമോ മുസ്ലിമായിട്ട്? അതേ അവസരത്തിൽ ശേഖന്മാർക്ക് ലക്ഷക്കണക്കിന് ആൾക്കാരല്ലേ നമ്രൂദിന്റെ ആൾക്കാര് ഇല്ലേ? അവരുടെ അല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അനുഭവിച്ചത്? ഇന്ന് നാം അനുഭവിക്കുന്ന അതേ അനുഭവം തന്നെയായിരുന്നില്ലേ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അനുഭവിച്ചത്? അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇബ്രാഹിം ജയിച്ചേ പറ്റൂ. തീയിലേക്ക് പോയി, തീയിൽ കൊണ്ടുപോയിട്ടു. എന്തിന്? അള്ളാഹ്ക്ക് അറിയാഞ്ഞിട്ടാണോ നമ്രൂദിനെ ഏകപക്ഷീയമായിട്ട് ബൃഹത്തിന്റെ പട്ടാളത്തെ അബാബിൽ പച്ചിനെ അയച്ചിട്ട് കൊന്നതുപോലെ കൊല്ലാൻ? പക്ഷെ ഇബ്രാഹിം നബിന്റെ ക്യാരക്ടർ പരിശോധിക്കണം. ഇബ്രാഹിം നബി തൗഹീദ് പ്രബോധനം ചെയ്യുന്ന ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ ഇബ്രാഹിമിന് എത്രമാത്രം ഇബ്രാഹിമിന് ആഴങ്ങളുണ്ട് എന്ന് പരിശോധിക്കണം. അതിന് അല്ലാഹു തആല തീയൊരുക്കി, തീയിലേക്ക് പോകാൻ ഏർപ്പാടുണ്ടാക്കി, തീയിലേക്ക് വലിച്ചെറിഞ്ഞു. കത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹ് അയക്കുന്നത്. ഇബ്രാഹിം എങ്ങനെയുണ്ടെന്ന് നോക്ക്, നല്ല സഹായം വേണം ചോദിക്ക്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജിബ്രീൽ വരുന്നു. ഓ ഇബ്രാഹിം, എന്തെങ്കിലും വേണമെങ്കിൽ പറയാൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നിങ്ങളോട് ഒന്നും എനിക്ക് പറയാനില്ല, ഞാൻ എൻ്റെ അള്ളാഹിനോട് പറഞ്ഞോളാം. 100 മാർക്കോടെ ജയിച്ചില്ലേ ഇബ്രാഹിം? ജയിച്ചില്ലേ? അതിനല്ലേ ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അത്രയും തീക്ഷ്ണമായ പരീക്ഷണത്തിന് വിധേയനാക്കിയത്? അപ്പോഴല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടപെട്ടത്? യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. ഓ ഇബ്രാഹിം, ഓ തീ, എന്റെ ഇബ്രാഹിമിനെ തൊട്ടു പോകരുത്, എന്റെ ഇബ്രാഹിമിന്റെ രോമത്തിന് കുഴപ്പം വന്നു പോകരുത്, എന്റെ ഇബ്രാഹിമിന് സലാമാവണം, രക്ഷയാവണം, തണുപ്പുമാകണം. അതേപോലെ എന്റെ ഇബ്രാഹിം തണുത്ത് വെറച്ചു പോകാൻ പാടില്ല, നല്ല മാനമായ തണുപ്പ്, അതാണ് സലാം. ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. എന്താ കാര്യം? അല്ലാഹു തആലക്ക് നേരത്തെ ഇബ്രാഹിമിനെ അങ്ങ് കാറ്റത്ത് ആകാശത്തിലെങ്ങാനും പറഞ്ഞു വെച്ചിട്ട് ഇവിടെ നമ്പൂതിനും പറഞ്ഞും കയ്യാറിഞ്ഞിട്ട് പിന്നെ അങ്ങ് തിരിച്ചുകൊണ്ടാൽ പോലെ അല്ലാഹു കുതിർത്തുള്ളവനല്ലേ, കഴിവുള്ളവനല്ലേ? പക്ഷെ ഇവിടെ അള്ളാഹ്ക്ക് അറിയേണ്ടത്, ഇവിടെ നമുക്കും അറിയേണ്ടത് എന്താ? എന്തിനാണ് നാട്ടിൽ ഷഹാദത്തിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? മുവഹിദുകൾ അംഗീകരിച്ച തൗഹീദ് എത്രത്തോളം ക്യാരറ്റ് ഉണ്ട് എന്ന് പരിശോധിക്കാൻ.
സലഫിയത്തിൽ ഉറച്ചു നിൽക്കുന്നവർ എത്ര പേരുണ്ട്? നുഴഞ്ഞു കയറ്റക്കാരായ ഷിയാക്കൾ എത്ര പേരുണ്ട്? ഷീഈ വിഭാഗത്തിലെ മഹാഭൂരിപക്ഷത്തിന്റെ അവസ്ഥ എന്താണ്? ഇതൊക്കെ അള്ളാഹ് അറിയണം. അത് സബബുകൾ ഉണ്ടാക്കാൻ അള്ളാഹ് മതിയായവനാണ്. 313 റസൂലുകളെ വെച്ച് അള്ളാഹു താല ലോകത്ത് തൗഹീദ് സ്ഥാപിച്ചതുപോലെ ഇതാ വരുന്നു തൗഹീദ് സ്ഥാപനത്തിന്റെ പുതിയ നൂറ്റാണ്ടിന്റെ പ്രകാശപൂരിതമായ നാളുകൾ. ഇൻഷാ അല്ലാഹ്. അലാ വസല്ലു വസല്ലിമു അലൻ നബിയിൽ മുസ്തഫ വറസൂലിൽ മുർത്തദ وقال مخبرا وآمرا إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. وقال عليه الصلاة والسلام من صلى علي واحدة صلى الله بها عليه عشرا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم ارض عن خلفائه الراشدين المهديين أبي بكر وعمر وعثمان وعلي رضي الله عن كل واحدهم أجمعين وارض عنا معهم برحمتك يا أرحم الراحمين وعن سائر الصحابة والقرابة كلهم أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم إنك مجيب الدعوات وقاضي الحاجات طيب ثرانا وثرهم واجعل الجنة مأوانا ومأواهم. اللهم اصلحنا واصلح ائمتنا وامتنا وولاتنا وولاة امورنا واجعل امورنا بايدي خيارنا حتى يقودنا الى الخير من هو خير منا. اللهم انصر جيوش المسلمين وفك اسر المأسورين واقض الدين عن المدينين. اللهم اكتب الستر والسلامة علينا وعلى والدينا واولادنا وازواجنا وعلى جميع الحجاج والعمار والزوار والغزاة وصابرين والدين في بدك وبحرك وجوبك اجمعين يا رب العالمين. اللهم اعزنا واعز الاسلام والمسلمين. اللهم انصرنا وانصر الاسلام والمسلمين. اللهم الف بين قلوب المسلمين الموحدين. اللهم اصلح ذات بينهم يا رب العالمين. اللهم اذل الشرك والمشركين واذل الكفر والكافرين واذل الالحاد والملحدين. اللهم اللهم مزق المملكة المشركين الكافرين الحربيين الظالمين اليهود والنصارى والشيعيين بعزتك وقدرتك يا أرحم الراحمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم وارحمنا بأنواع رحمتك يا أرحم الراحمين. وصلى الله على خير خلقه محمد وآله وصحبه أجمعين والحمد لله رب العالمين.